Hello teachers, good evening. Educational psychology. Educational psychology first unit. Educational psychology and human growth and development. ഈ ഒന്നാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ സെഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. So let me welcome you all to the session. സ്ക്രീന് ക്ലിയർ അല്ലേ? പ്രസന്റേഷൻ സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? Yes, sir. Okay, thank you. Educational psychology and human development, human growth and development. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കുക. ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള മറ്റൊരു ടോപ്പിക്കും കൂടി ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? സോ വി സ്റ്റഡീഡ് ടു ഡിഫൈൻ സൈക്കോളജി. ആദ്യം എന്താണ് സൈക്കോളജി എന്ന് പഠിക്കുന്നു. അതിനുശേഷം അതൊരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി. അവിടെ നിന്ന് ഓരോരോ സൈക്കോളജിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ സൈക്കോളജിയെ കുറിച്ച്, സൈക്കോളജിന്റെ പഠനത്തെ കുറിച്ച് എന്ത് പറഞ്ഞു, അങ്ങനെയുള്ള കുറച്ച് ജസ്റ്റാൾട്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, അതേപോലെ തന്നെ ആഡ്ലർ, കാൾ യൂങ്, ഇവരൊക്കെ കുറച്ച് സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ആണ്. പിന്നെ ഒരു ലിസ്റ്റ് ഓഫ് സൈക്കോളജിസ്റ്റുകൾ കണ്ടു. അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ ഒരു സെന്റൻസിൽ മാത്രം നമ്മൾ കണ്ടു. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. Am I right? Yes, sir. Yes, sir. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന പേടിയിൽ തൽക്കാലം ഇരിക്കണ്ട. കാരണം ഈ ക്ലാസ് കഴിയോളം ക്വസ്റ്റ്യൻ ചോദിക്കൂല. ഓക്കെ, സോ ഇന്ന് നമ്മൾ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ്. ഓക്കെ, സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ആദ്യം അതിന്റെ ഡെഫിനിഷൻ ആണ്. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായ ഡെഫിനിഷൻ പഠിക്കാം. എല്ലാവരും എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് ഡെഫിനിഷൻ പഠിക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജിനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അതിന് മേലക്കുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ആദ്യം ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ഡെഫിനിഷൻ എഴുതിക്കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഹിയർ വി ഹാവ് എ ഡെഫിനിഷൻ. Education psychology is defined as that branch of psychology which is concerned with psychological researches as applied to any or all aspects of educational process and practices. So ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു ഡെഫിനിഷൻ ത്രൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒന്ന്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ബ്രാഞ്ച് ആണ്. അല്ലെ, സൈക്കോളജിക്ക് ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടെന്നും, ചൈൽഡ് സൈക്കോളജിയും അല്ലെങ്കിൽ അഡൽട്ട് സൈക്കോളജിയും അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് ദ ബെറീവ്ഡോ, അങ്ങനെ കുറെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആർ ദർ. അതിലൊന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. സോ ആസ് എ ടീച്ചർ നമ്മളെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നുള്ള ബ്രാഞ്ച് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് കൺസേൺ വിത്ത് സൈക്കോളജിക്കൽ റിസർച്ചസ്. സോ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ റിസർച്ചസ് ആണ്. എഡ്യൂക്കേഷണൽ മേഖലയിൽ കുട്ടികളുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ മനഃശാസ്ത്രം, ടീച്ചേഴ്സിന്റെ മനഃശാസ്ത്രം, ക്ലാസ് റൂമിന്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞ പോലെ അതിലൊരുപാട് റിസർച്ചസ് ആണ് ആക്ച്വലി നടക്കുന്നത്. ആസ് അപ്ലൈഡ് ടു എനി ഓർ ഓൾ ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോസസ്. പഠന പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാവുന്ന റിസർച്ച്, അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനമാണ് ആക്ച്വലി എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രാക്ടീസസ് ഓൾസോ. സോ പഠനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട മാനസികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയാം. സോ ഇത് എഡ്യൂക്കേഷണൽ പ്രോസസ്സിന് ഒരു സൈക്കോളജിക്കൽ ടച്ച് കൊടുക്കുന്നു. കുറച്ചുകൂടി ആളുകളുടെ മനസ്സിലാക്കി എഡ്യൂക്കേഷൻ നേടാനും അത് കൊടുക്കാനും സാധിക്കുന്ന ഒരു ബ്രാഞ്ചാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, so it is in relation to problems like learning, teaching and training. അപ്പം എഡ്യൂക്കേഷൻ സൈക്കോളജി ലേണിങ്ങിന് മാത്രമല്ല, ടീച്ചിങ്ങിന് മാത്രമല്ല, ട്രെയിനിങ്ങിനും കൂടി നമുക്ക് ആവശ്യമാണ്. സോ ആസ് എ ടീച്ചർ ട്രെയിനി യു ഷുഡ് സ്റ്റഡി വാട്ട് ഇസ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇറ്റ്സ് പർപ്പസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓൾസോ. അപ്പം ഇതൊരു റിസർച്ചാണ്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ റിസർച്ചാണ്. അത് മാത്രമല്ല, എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള നമുക്കുള്ള ചില നിർദ്ദേശങ്ങളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ.
കാര്യം മനസ്സിലായോ? Yes, sir. എന്ത് മനസ്സിലായി? ഇത് സൈക്കോളജിന്റെ ഒരു ബ്രാഞ്ചാണ്. അതിൽ നമ്മൾ ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇപ്പൊ ലേണിങ്ങും ടീച്ചിങ്ങും മാത്രമല്ല, നമ്മളുടെ ഈ ഇപ്പൊ നമ്മൾ ട്രെയിനീസ് ആണ്, നമ്മളുടെ ട്രെയിനിങ്ങും അടക്കം അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോബ്ലംസ് അല്ലാതെ നമ്മൾ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. പഠിക്കണം അവിടെയാണ് പോയിന്റ് കിടക്കണേ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടോ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട്, ലേണിംഗുമായി ബന്ധപ്പെട്ട്, ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഡെഫിനിഷനെ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓരോരോ ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. സോ ആ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ട പോയിന്റ്സ്, റൈറ്റ്? സോ ക്ലാസ് റൂം ഈസ് ദ ലബോറട്ടറി എന്നാ പറയുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ക്ലാസ് റൂമിനെ ഒരു ലബോറട്ടറിയുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസ് റൂം ഒരു ലബോറട്ടറി ആണ് എന്നാണ് പറയുന്നത്. എന്താ ലബോറട്ടറിയിൽ ഉണ്ടാവുക? ലാബിൽ എന്തൊക്കെ ഉണ്ടാവുക? പരീക്ഷണം, നിരീക്ഷണം, നിഗമനം എല്ലാതും ഉണ്ടാക്കുന്നത്. ബയോളജി പഠിച്ച ആളാണോ? സ്കൂളിൽ ലാബ് പോയിട്ട് എന്താ കണ്ടേ? സ്കൂളിൽ വല്ലാതായിട്ടൊന്നുമില്ല, ഹൈസ്കൂളിലുള്ളതേ ഉള്ളൂ. സയൻസ് ആയിരുന്നില്ല പ്ലസ് ടു അല്ലേ? ഓക്കെ. അല്ലെ, സ്കൂളിൽ ഞങ്ങളൊക്കെ പോയ സമയത്ത് ആ ഒരു ടെസ്റ്റ് ട്യൂബും കുറച്ച് പിന്നെ സോഡിയം പൊട്ടാസ്യം എന്തൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. നിങ്ങളൊക്കെ എന്തെങ്കിലും കണ്ടോ? അസ്ഥികൂടം. ഓക്കെ, സോ അതേപോലെ തന്നെ ഒരു ലബോറട്ടറി ആണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കാറുണ്ട് അല്ലെ? അവിടെ ഒരുപാട് സാമ്പിൾസ് ഉണ്ട് അല്ലെ? കുറെ സാമ്പിൾസ് ഇല്ലേ? എന്താ സാമ്പിൾ എന്ന് പറഞ്ഞാൽ? സ്റ്റുഡൻസ് ആണോ? അതെ, സ്റ്റുഡൻസ് ആണ്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്സ്പെരിമെന്റിൽ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? പരീക്ഷ നടത്താൻ വേണ്ടിയുള്ള വസ്തുക്കൾ അല്ലെ? സോ സ്റ്റുഡൻസിൽ നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ് നടത്താനുണ്ട്. അത് മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയാം. അതിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവും, ചിലത് പരാജയപ്പെടും അല്ലെ? ചിലത് പൊട്ടിത്തെറിക്കും, ചിലത് വളരെ സ്മൂത്ത് ആയി കാര്യങ്ങൾ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സാമ്പിൾസ് മാറ്റി കൊടുക്കാം, അതിന്റെ സ്ട്രാറ്റജി മാറ്റും. അതന്നെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നടന്നുകൊടുക്കുന്നത്. സോ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് സൈക്കോളജി ഇൻ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് ആസിഡ് എന്നല്ല അല്ലെ? ഇവിടെ അപ്ലൈ ചെയ്യാൻ പോണതാണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. നമുക്ക് കുറെ തിയറികളുണ്ട്, പല സൈക്കോളജിസ്റ്റുകളും നമുക്ക് പറഞ്ഞു വെച്ച പല തിയറികളുണ്ട്. ആ തിയറികള് നമ്മുടെ കുട്ടികളിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്, അതാണ് ലബോറട്ടറി ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോ ആ തിയറിയിൽ പറഞ്ഞ പോലത്തെ റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല, റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ഭയങ്കര ഡിസൊബീഡിയന്റ് ആയി ക്ലാസ് നടക്കുകയാണ്, ഓ എഴുതൂല വായിക്കൂല അങ്ങനെ നടക്കുകയാണെങ്കിൽ അവൻ നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചിട്ട് ഉപദേശിക്കും, ശകാരിക്കും. അല്ല, ആദ്യം ശകാരിക്കും പിന്നെ ഉപദേശിക്കും അല്ല? അങ്ങനല്ലേ വരിക? ഓക്കെ, എന്നിട്ടും നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും? അവനൊരു മാറ്റമില്ല, എന്ത് ചെയ്യാം? പാരന്റ്സിനോട് പറയുന്നു. അടച്ച റബ്ബേ, ആരാണ് ആ ചൂരൽ തറക്കാണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിന്റെ ചൂരൽ പ്രയോഗം പ്രശ്നമില്ല പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, ചൂരൽ അടിച്ചൊന്നും കാര്യമില്ല, അവനൊരു സ്പെഷ്യൽ കേസ് ആണ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? അവനെ ഒരു കേസ് ആയിട്ട് എടുക്കും, എന്നൊരു കേസ് സ്റ്റഡി നടത്തും, റൈറ്റ്? അതിന് നമുക്ക് എന്തുണ്ട്? സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. അതല്ലെങ്കിൽ അവനൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഡിസോർഡർ എന്താണെന്നും സൈക്കോളജി പറയുന്നുണ്ട്, നമ്മുടെ സൈക്കോളജിക്കൽ തിയറീസിൽ പറയുന്നുണ്ട്. സോ ആ സൈക്കോളജിയിൽ അവര് റെമഡീസ് പറയുന്നുണ്ട്, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് പറയുന്നുണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് എന്താ പറയുന്നുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യും? അവരിൽ അപ്ലൈ ചെയ്ത് നോക്കും. മനസ്സിലായോ? അപ്പൊ അതെന്ത് ചെയ്യും? ഒരു ലബോറട്ടറിയോ അല്ലെങ്കിൽ അവൻ സാമ്പിളോ ഒക്കെ ആയി. സോ സോൾവ് പ്രോബ്ലംസ് ഫേസ്ഡ് ഇൻ എഡ്യൂക്കേറ്റീവ് പ്രോസസ് ടു മേക്ക് ഇറ്റ് മോർ ഇഫക്റ്റീവ്. നമ്മൾ നേരിടുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അതിന് ഇഫക്റ്റീവായി പ്രോബ്ലം സോൾവിങ്ങിലേക്ക് എത്തിക്കുക. അത് സൈക്കോളജിക്കലി അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇമോഷണലി അല്ല, സൈക്കോളജിക്കലി.
ഒരു കുട്ടി വികൃതി കാട്ടിയാല് അവൻ ഉടനടി നമ്മൾ എന്ത് ചെയ്യും? മണ്ടക്കൊന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ സൗണ്ട് ഇടും. അത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണോ ഇമോഷണൽ ട്രീറ്റ്മെന്റ് ആണോ? ഇമോഷണലി ട്രീറ്റ് ചെയ്ത എന്താ പ്രശ്നം? ആയിക്കോട്ടെ, അതിന്റെ പ്രശ്നം എന്താ? സോൾവ് ആവുന്നില്ല. അതാണ് ഇമോഷണൽ. നമ്മൾ പറയാറുണ്ട് ഇമോഷണലി നമ്മൾ ഇംബാലൻസ്ഡ് ആണെങ്കിൽ വി ഡോണ്ട് ടേക്ക് എനി ഡിസിഷൻ എന്നാണ്, അല്ലെ? ഇമോഷണലി നമ്മൾ വെൽബീങ് അല്ലെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക, ഇമോഷണലി നമ്മൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുക? ദ ബെസ്റ്റ് ഓപ്ഷൻ ആരോടൊന്നും മിണ്ടാതിരിക്കുക. ആരോടൊന്നും മിണ്ടാതിരിക്കുക. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ. കാരണം അപ്പൊ മിണ്ടിയ പ്രശ്നമായിരിക്കും, റൈറ്റ്? ആ ഇമോഷൻസ് എന്ത് ചെയ്യും? അതിന്റെ ഒരു പീക്ക് ഇങ്ങനെ പതുക്കെ താഴ്ന്നു വരും. നോർമലായിട്ട് സംസാരിക്കാം. സോ അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കണം? സൈക്കോളജിക്കലി ട്രീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ദെൻ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ. കാരണം സൈക്കോളജി എന്താണ്? നമ്മുടെ സ്വഭാവത്തിന്റെ ശാസ്ത്രീയമായ രൂപമാണ് സൈക്കോളജി. സോ നമ്മൾ സൈക്കോളജിക്കലി നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അവിടെ സൈക്കോളജിന്റെ ഡെഫിനിഷൻ കണ്ടു. ഇനി എഡ്യൂക്കേഷൻ, അതിന്റെ ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് എഡ്യൂക്കേഷൻ? ദാറ്റ് ഈസ് ദ ഡെലിബറേറ്റ് പ്രോസസ് ഓഫ് മോഡിഫൈങ് വൺസ് ബിഹേവിയർ ത്രൂ a sequence of systematically planned experiences to achieve the predetermined goals and objectives. നമുക്ക് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി സിസ്റ്റമാറ്റിക് ആയി പ്ലാൻഡ് ആയി കുട്ടികൾക്ക് ചില എക്സ്പീരിയൻസസ് കൊടുത്ത് അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ. കൃത്യമായി നമുക്ക് ചില ലക്ഷ്യങ്ങൾ വേണം. ആ ലക്ഷ്യങ്ങൾ കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ട പ്രോസസ്സ് വേണം, സിസ്റ്റമാറ്റിക് ആയ പ്രോസസ്സ് വേണം. അതിലൂടെ ഒരു കുട്ടിന്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ പഠിക്കുന്നതും അത് ക്ലാസ് റൂമിൽ പോയി അപ്ലൈ ചെയ്യേണ്ടതും. ഓക്കെ, സോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ത് എന്നതിനെ കുറിച്ച് വീണ്ടും അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. ദ സയൻസ് ഓഫ് മോഡിഫൈങ് ലേണേഴ്സ് ബിഹേവിയർ. സോ സൈക്കോളജി ദ സയൻസ് ഓഫ് ബിഹേവിയർ ആണെങ്കിൽ, എഡ്യൂക്കേഷൻ മോഡിഫൈങ് ബിഹേവിയർ ആണെങ്കിൽ, എഡ്യൂക്കേഷൻ സൈക്കോളജി ദിസ് ഈസ് ദ സയൻസ് ഓഫ് മോഡിഫൈങ് ദ ലേണേഴ്സ് ബിഹേവിയർ. കുട്ടികളുടെ സ്വഭാവം മാറ്റേണ്ടതിന്റെ ഒരു സയൻസിനെയാണ് നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയാൻ പറ്റുക. സോ ഇറ്റ് ഈസ് ദ റീഡിഫൈനിങ് ദ ലേണേഴ്സ് പേഴ്സണാലിറ്റി. കുട്ടികളുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി, അത് മാറ്റുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെയും എഡ്യൂക്കേഷന്റെയും ലക്ഷ്യം. സോ വി ക്യാൻ മേക്ക് ദ ലേണേഴ്സ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺസ്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എഫിഷ്യന്റ് ആയ, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള, ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇന്റലിജന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ഒരു പ്രാധാന്യം. അപ്പം സൈക്കോളജി അപ്ലൈ ചെയ്യാതെ എഡ്യൂക്കേഷൻ മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കും? സൈക്കോളജി ഒരിക്കലും അപ്ലൈ ചെയ്യാണ്ട് വെറും എഡ്യൂക്കേഷൻ മാത്രം കൊടുത്താൽ എന്ത് സംഭവിക്കും? ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും, തിരിച്ചറിവിന്റെ കുറവുണ്ടാവും. അവരിൽ ബിഹേവിയറൽ ചേഞ്ചസ് കുറവായിരിക്കും. ഓക്കെ, മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ നാച്ചുർ ആണ്. എന്താണ് ഇതിന്റെ സ്വഭാവം? ഈ പറഞ്ഞ പോയിന്റുകളിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും, എങ്കിലും പറയാതെക്കാൻ പറ്റൂല. സോ വാട്ട് ആർ ദ നാച്ചുറൽസ്? ഇത് നാച്ചുറോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ ഫീച്ചേഴ്സോ അങ്ങനെയൊക്കെ പല രൂപത്തിൽ ഇതിനെ വിളിക്കാട്ടോ. സോ മെയ്ഡ് ട്രെമൻഡസ് അഡ്വാൻസ്മെന്റ്. കുട്ടികളിൽ ഒരു അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കണം എന്നാണ്. അതൊരു ഏത് മേഖലയാണെങ്കിലും അവരിൽ ഒരു അഡ്വാൻസ്മെന്റ്, നമ്മൾ ചെന്നതിൽ നിന്ന് ഒരു പടി അവർ മുന്നിലേക്ക് എത്തുക. നിങ്ങളെ +1 കുട്ടികൾ ഓരോ പീരീഡ് കൊണ്ടുപോകണ്ടേന്ന് കേട്ടണോ? +1 അല്ലെങ്കിൽ I+1 അല്ലെങ്കിൽ +1 എന്തിനു കേട്ടണോ? ഇല്ല. I+ എന്ന് പറഞ്ഞാല് കറണ്ട് എബിലിറ്റി ലെവലാണ്. നമ്മൾ ഒരു പീരീഡ് ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുടെ നിലവാരം, അവരുടെ ഭാഷ,
അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു നിശ്ചിത ഒരു ലെവലിലാണ് നിൽക്കുന്നുണ്ടാവുക. ആ പീരീഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവര് ഒരു ലെവലിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ഐ. നമ്മൾ ആ പീരീഡ് കഴിഞ്ഞ് ഒരു പീരീഡ് ക്ലാസ് എടുത്ത് തിരിച്ചു പോരുമ്പോൾ I+1 ഒരു കുട്ടി എത്തണം എന്നാണ്. അഥവാ അവന്റെ ചിന്തയിലേക്കോ അറിവിലേക്കോ സ്വഭാവത്തിലേക്കോ സ്കില്ലിലേക്കോ ആറ്റിറ്റ്യൂഡിലേക്കോ ക്രിയേറ്റിവിറ്റിയിലേക്കോ ഏതിലേക്കെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിലേക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് അഡ്വാൻസ് ചെയ്യാൻ ഒരു പുതിയ ഒരു സാധനം കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ I+1 ഉണ്ടെങ്കിലാണ് ടീച്ചിങ് ഇഫക്റ്റീവ് ആണ് എന്ന് പറയാം. I+1 മനസ്സിലായോ? ഓക്കെ സർ. ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട അതാണ്. ഒരു ക്ലാസ് പീരീഡ് പോയി തിരിച്ചു പോരുമ്പോൾ ഇന്ന് ഞാനായിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്താണ് കൊടുത്തത്, അവർക്ക് അറിയാത്ത എന്താണ് ഞാൻ കൊടുത്തത്. ഇപ്പം പിന്നെ സയൻസിന്റെ ടീച്ചർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വസ്തുവിനെ പരിചയപ്പെടുത്തിയിരിക്കും. ഇപ്പൊ ലാംഗ്വേജിന്റെ ടീച്ചർ ആണെങ്കിൽ ഒരു ന്യൂ വേർഡ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു റീഡിങ് സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു സ്പീച്ച് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും കിട്ടാതെ ഒറ്റ കുട്ടിയും എൻ്റെ ക്ലാസ്സിലൂടെ കടന്നു പോകൂല എന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. ക്യാൻ യു ഡു ദാറ്റ്? അത് പറ്റുമോ? അത് സിമ്പിൾ ആണോ? എന്താണ്? വാട്ട് ഈസ് യുവർ വ്യൂ? അത്ര സിമ്പിൾ അല്ല, പക്ഷെ അങ്ങനെ ആവണം ടീച്ചർ. അങ്ങനെ ആവണം, ബട്ട് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. അങ്ങനെ ആവണമെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ കുട്ടി I+1 എത്തണം. എൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ I+1 എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആസ് എ ടീച്ചർ? അവരിപ്പോ അവരുടെ ഐ ആദ്യം മനസ്സിലാക്കണ്ടേ. ഓക്കെ, ഐ നമുക്ക് അറിയാം എങ്കിലോ? ടീച്ചേഴ്സ്, ഐ മനസ്സിലാക്കുന്ന നല്ല ആൻസർ ആണ്. ആരാ പറഞ്ഞേ? ആതിര. ഓക്കെ, ആതിര, ഇറ്റ് ഇസ് ഗുഡ്. ദെൻ മനസ്സിലാക്കി മാത്രം പോരാ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രാക്ടീസ് ചെയ്യണം. ഓരോന്നും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് നമ്മൾ കൃത്യമായ പ്ലാൻ ഉണ്ടാക്കണം അല്ലെ? ഞാൻ ഇന്ന് എൻ്റെ കുട്ടികൾ ഇത് ഞാൻ നിർബന്ധമായും കൊടുക്കും, ഇതായിരിക്കും എൻ്റെ കുട്ടികൾ ഇന്ന് +1 വേണ്ടി പഠിക്കുന്നത് എന്ന കൃത്യമായ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ ചെന്നു ഒരു പാഠം എടുത്തു, കുറെ ആൾ കേട്ടു, കുറെ ആൾ കേട്ടില്ല, കേട്ടവർക്ക് കിട്ടി, കേൾക്കാത്തവർക്ക് കിട്ടിയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും I+1 ഉണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് അവിടെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ അസസ് ചെയ്ത് നോക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ബിക്കെയിം ഇൻഡിപെൻഡന്റ് സ്റ്റഡി എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നതിലൂടെ അതൊരു ഇൻഡിപെൻഡന്റ് സ്റ്റഡി ആയി മാറും. കാരണം എന്താ വെച്ചാൽ ഓരോ കുട്ടിക്കും അവന്റെ സ്കിൽ അനുസരിച്ച് അവന്റെ താല്പര്യം അനുസരിച്ച് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അവിടെ കൊടുക്കും. അതുപോലെ ഡീലിംഗ് എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ ഞാനൊരു പ്രോബ്ലത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞു. വേറൊരു പ്രോബ്ലം ലാംഗ്വേജ് ഇഷ്യൂസ് ആയിരിക്കാം, ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റേജ് ഫിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കാം. അങ്ങനെ there are so many problems are waiting for us. സോ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റുക എന്നുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഒരു നാച്ചുറാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ പോയിന്റ്സ് പഠിച്ചാൽ അഡ്വാൻറ്റേജ് നമുക്ക് ഇത് എഴുതാം, ഫീച്ചേഴ്സ് ആക്കിയും എഴുതാം, നാച്ചുറൽ ആക്കിയിട്ട് എഴുതാം, ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ചൈൽഡ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതിന്റെ ഭാഗമാണ്. ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ എഡ്യൂക്കേഷൻ, നമ്മൾ കുട്ടികളുടെ പ്രശ്നം മനസ്സിലാക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക്. ദെൻ അതിന് റെമഡി, പ്രശ്ന പരിഹാരം കൊടുക്കുന്നതാണ് റെമഡിയൽ എഡ്യൂക്കേഷൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക, അതെങ്ങനെയാണ് റെമഡിയേഷൻ കൊടുക്കുക? കണ്ടിന്യൂസ് ആയിട്ട് വായിപ്പിക്കേണ്ടി വരും. അഥവാ റീഡിങ്, അത് ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ, കുട്ടികളെ കൊണ്ട് ഇൻഡിവിജ്വലി വായിപ്പിച്ച് നോക്കണം. ഓക്കെ, എല്ലാവരെ കൊണ്ടും ഇൻഡിവിജ്വൽ റീഡിങ് നടത്തി നോക്കണം. അപ്പോഴാണ് റീഡിങ് പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാവുക. അങ്ങനെ ഡയഗ്നോസ് ചെയ്തു ഒരു കുട്ടിക്ക് വായിക്കാൻ പ്രയാസമാണ്,
എങ്കിൽ എന്താണ് റെമഡിയേഷൻ? ഡെയിലി ഓരോ പേജ് എങ്കിലും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അത്രേ വായിക്കണം. ഡെയിലി വായിക്കാൻ പറയാം. വായിക്കാൻ പറഞ്ഞ നമ്മൾ പോന്നാലൊരു വായിക്കോ? സ്പെല്ലിംഗ് അറിയോ നോക്കണം. എങ്ങനെ? സ്പെല്ലിംഗ് അക്ഷരങ്ങളൊക്കെ അറിയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണം. ഓക്കെ, അക്ഷരങ്ങൾ ചിലത് അറിയും ചിലത് അറിയില്ല, അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ അറിയാം എന്നാലും വായിക്കാൻ കിട്ടുന്നില്ല. ആ കുട്ടിക്ക് എങ്ങനെ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കും? ഡിഫറെന്റ് ടാസ്ക് കൊടുക്കും. എന്ത് ടാസ്ക് കൊടുക്കും? അപ്പൊ അങ്ങനത്തെ കുട്ടികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് എഴുതി കൊണ്ടുവന്നിട്ട് എന്നും ഫ്രണ്ടിൽ നിന്ന് വായിപ്പിക്കാം. അങ്ങനത്തെ കുട്ടികളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരെ ഒരു പാഠഭാഗമൊക്കെ അവരെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു. 5 പേര് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഡയറി വായിപ്പിക്കുക എന്നുള്ള പോസിബിൾ ആവോ? ഇല്ല, ഒരു ദിവസം എങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വായിപ്പിക്കാം. അത് നമുക്ക് സമയം കിട്ടുമോ? നമുക്ക് പോർഷൻ തീർക്കുന്നതിടയിൽ ഈ 5 6 ആളെ കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് വായിപ്പിക്കാൻ സമയം കിട്ടുമോ? ഒരു ദിവസം ഒരാള് അങ്ങനെയൊക്കെ. റീഡിംഗ് പോർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സ്കൂള് വിട്ടിട്ടും ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ പോർഷൻസ്. ഓക്കെ, എന്താ പറയുക, ഇത്തരം കുട്ടികൾ ഉണ്ടായാല് നമ്മൾ അവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് അവരുടെ ഡിഫിക്കൽട്ടി എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. പിന്നെ അവർക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ റീഡിങ് ഡിഫിക്കൽട്ടി ഉള്ള പലർക്കും എന്തുണ്ടാവില്ല വെച്ചാല് എല്ലാവർക്കും ഒരേ പ്രശ്നമാവില്ല, അല്ലെങ്കിൽ ഒരേപോലെ ആവില്ല, ഒരേ സ്റ്റേജിലാവില്ല അവരുണ്ടാവുക. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ ടീച്ചർക്ക് ഫ്രീ ടൈമിൽ വായിപ്പിക്കാം. അവിടെ ക്ലാസ്സിൽ തന്നെ വായിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചു കൊടുക്കാം. തൽക്കാലം ഒരു പിയർ ട്യൂട്ടറിങ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിച്ചു കൊടുക്കാം. പിന്നെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പാരന്റ്സിനോട് ഒന്നുകൂടി പാരന്റ്സിനെ ഗൈഡ് ചെയ്ത് പാരന്റ്സിന്റെ നേതൃത്വത്തിൽ അവരെ കൊണ്ട് വായിപ്പിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ എല്ലാവരുടെയും സമയം കളഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ നിന്നാൽ നമുക്ക് നമ്മളെ പോർഷൻ തീരൂല. ഓക്കെ, ദെൻ എഡ്യൂക്കേഷൻ ഫോർ ദ ഗിഫ്റ്റഡ് ആൻഡ് ഹാൻഡിക്യാപ്ഡ്. നമ്മളൊരു 3-4 തരം കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അല്ലെ? ബിലോ ആവറേജും ആവറേജും എബോ ആവറേജ് ഒക്കെ ഉണ്ട്. പിന്നെ അവരല്ലാതെ ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻസും അതുപോലെ ഹാൻഡിക്യാപ്ഡും ക്ലാസ്സിൽ ഉണ്ടായേക്കാം. സോ ഇവർക്ക് വേണ്ടിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പലതും പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്ട്രാറ്റജീസും കൂടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിനെ മൊത്തമായി ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ചും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട് എന്നാ പറയണേ. ഒരു 2-3 ഫാക്ടേഴ്സ് പറയാൻ പറ്റുമോ ലേണിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്? നമുക്കത് വിശദമായി പഠിക്കാനില്ല കേട്ടോ, പക്ഷെ എന്നാലും ജസ്റ്റ് എന്തൊക്കെ ലേണിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടാവാം? ഇന്റലിജൻസ് ഉണ്ടാവാം, പല കുട്ടികൾക്ക് പല ബുദ്ധി ആയിരിക്കാം. കുറച്ചുകൂടി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലേണിങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഭാഷ. കേട്ടില്ല. ആൻസർ ക്ലിയർ ആയില്ല. സാഹചര്യം, ഭാഷ. ഓക്കെ, അപ്പം ഇതില് നമുക്ക് ഇതൊക്കെ ശരിയാണ് കേട്ടോ, ഒന്ന് തെറ്റു പറയാൻ കഴിയില്ല. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗിൽ ഒന്ന് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യം. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഒരു കുട്ടിക്ക് താല്പര്യമില്ല, ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ആണ് ഒന്ന്. അതേപോലെ തന്നെ മോട്ടിവേഷൻ ആണ്. ഭയങ്കര മോട്ടിവേറ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോ മോട്ടിവേഷൻ ത്രൂ ആണ് ഇൻട്രസ്റ്റ് കിട്ടുക, രണ്ടും കണക്റ്റഡ് ആണ് എങ്കിലും. സോ പിന്നെ അവന്റെ സർക്കംസ്റ്റാൻസസ് പറഞ്ഞ പോലെ, അതേപോലെ ലാംഗ്വേജ്, ലേണിംഗ് ഡിഫിക്കൽട്ടിയും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് കേട്ടോ. രണ്ട് വാക്കാണ്. ലേണിംഗ് ഡിഫിക്കൽട്ടി ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ലേണിംഗ് ഡിഫിക്കൽട്ടിയാണ് ആദ്യം നമ്മൾ കാണുക, ലേണിംഗ് ഡിസബിലിറ്റി പിന്നെയാണ് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇവാലുവേഷൻ, നമുക്ക് കൃത്യമായിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാം. അവർ പഠിക്കുന്നുണ്ടോ, അവരുടെ പഠന നിലവാരം എന്താണ് എന്നൊക്കെ ഉള്ളത് ഇവാലുവേറ്റ് ചെയ്യലും എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്പെഷ്യൽ ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. എഡ്യൂക്കേഷനെ കുറിച്ച് പ്രത്യേക തരം ഒരു പഠനം നടത്തുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്.
and it is education psychologist aimed at improving. അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ് അവര് അല്ലെങ്കിൽ അത് നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ പെടുന്ന ആളുകളാണ്. സോ നമ്മൾ എന്താണ് ഈ സൈക്കോളജി എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഉദ്ദേശം, എയിം? ഒന്ന് ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ്. ക്ലാസ് റൂം ക്ലൈമറ്റിനെ ഫേവറബിൾ ആക്കുക എന്നുള്ളതാണ്. ഒരു നല്ല ക്ലാസ് റൂം ക്ലൈമറ്റ് ഇല്ലെങ്കിൽ അവിടെ ലേണിംഗ് നടക്കൂല, അല്ലെ? ഇതിൽ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഫെസിലിറ്റീസിനും റോളുണ്ട്. ടീച്ചേഴ്സിന്റെ റോൾ എന്താ? ഒരു നല്ല ക്ലാസ് റൂം ക്ലൈമറ്റ് ഉണ്ടാക്കാൻ ഒരു ടീച്ചർ എന്ത് ചെയ്യണം? ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ക്ലാസ് റൂം ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഫ്രണ്ട്ലി ആവാം കുട്ടികളോട്. ഫ്രണ്ട്ലി ആവാം. പിന്നെ ചില ഇയറിംഗിലൊക്കെ പ്രശ്നമുള്ള കുട്ടികളൊക്കെ ഫ്രണ്ടിലൊക്കെ ഇരുത്തി അങ്ങനെ സെറ്റ് ആക്കാം. അത് ഒരു ജനറൽ ക്ലാസ് റൂം അല്ല, ആക്ച്വലി സ്പെഷ്യൽ കേസസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പോയിന്റ് നല്ല പോയിന്റ് തന്നെയാണ്. സ്പെഷ്യൽ കേസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നോക്കേണ്ടതുള്ളൂ. അല്ലാണ്ട് ഫ്രണ്ട്ലി ആക്കുക, അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ റോള് അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട് ലേണിംഗ് പ്രോസസ്സിൽ അവരെ പങ്കെടുപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് ഒരു ക്ലാസ് റൂമിനെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ക്ലാസ് റൂം ആക്കിയിട്ട് മാറ്റുക. ദെൻ ടെക്നിക് ഫോർ ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. കുട്ടികൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യണം. അതാണല്ലോ ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, എഡ്യൂക്കേഷൻ ലക്ഷ്യം. അതിലുള്ള ടെക്നിക്കുകൾ ടീച്ചർ കണ്ടെത്തണം. ഓക്കെ. ദെൻ പ്രോഗ്രാമഡ് ലേണിംഗ് ആണ്. അഥവാ എന്തൊക്കെയാണ് ലേണിംഗ് പ്രോസസ്സ് നടക്കേണ്ടതെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിക്കണം, മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യണം. അപ്പൊ നല്ല ക്ലിയർ കട്ട് പ്ലാനിങ് ഉണ്ടാവണം. ഓക്കെ. നിങ്ങളൊരു ചൊല്ല് കേട്ടണോ? ചൊല്ല് മീൻസ് ഒരു ഇതുണ്ട്, ബൈ ഫെയിലിംഗ് ടു പ്രിപ്പയർ യു ആർ, കേട്ടണോ? കേട്ടിട്ടുണ്ടോ? സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയാത്? അത് അങ്ങനെ തന്നെയാണോ കൃത്യമായിട്ട് കാര്യമൊന്നുമില്ല, 10 മിനിറ്റ്സ് ഓർക്കുന്നില്ല. യു ആർ പ്രിപ്പയറിംഗ് ടു ഫെയിൽ എന്നാണ്. സാർ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പരാജയത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ആൻഡ് പിന്നെ മൈക്രോ ടീച്ചിങ്ങിന് ഈ ഒരു സൈക്കോളജി നമ്മളെ സഹായിക്കുന്ന പറയണേ. എന്താ മൈക്രോ ടീച്ചിങ്? നിങ്ങളെ പെഡഗോജിന്റെ ഭാഗമായിട്ട് ഇത് പഠിക്കാണ്ട് മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാല് ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ടീച്ചിങ്ങിനെ മൊത്തം ഒരു 40 മിനിറ്റ് എന്ന് മാറി ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി ഒരു 5 മിനിറ്റ് ടു 10 മിനിറ്റിനുള്ളിൽ വരുന്ന ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഓരോ സ്കില്ലുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. എന്താ പറഞ്ഞത് അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണ്ടേ? ഓക്കെ. സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ അപ്രോച്ചസ് അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് പഠിക്കാൻ വേണ്ട. കാരണം ഇപ്പൊ ICT മേഖലകളാണ്, അതല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗിന്റെ കാലമാണ്. സോ അതിന് വേണ്ട സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ അല്ലെങ്കിൽ നമുക്ക് ICT കാണിച്ചു കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടറിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അസിസ്റ്റ് കൊടുത്തിട്ട് അത് ത്രൂ കുട്ടികൾ പഠിക്കുന്ന ഒരു മോഡേൺ സിസ്റ്റം ആണ് ആക്ച്വലി. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാല് കുട്ടികളെ ക്ലാസ് റൂം ക്ലൈമറ്റ് മാത്രമല്ല, അവരെ പഠന പ്രവർത്തനങ്ങൾ, ബിഹേവിയറൽ ചേഞ്ചിന് വേണ്ട കാര്യങ്ങൾ, ടീച്ചിങ് സ്ട്രാറ്റജീസ്, ടീച്ചിങ് പ്രാക്ടീസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ആക്ച്വലി എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇനി അതിന്റെ സ്കോപ്പാണ്. അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഓക്കെ. അത് പഠിച്ചാൽ എന്താണ് നമുക്ക് ഗുണങ്ങൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മുടെ ഫീൽഡിൽ അപ്ലൈ ചെയ്താൽ എന്താണ് മെച്ചം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ കുറച്ച് സൈക്കോളജിസ്റ്റുകളുടെ പേരുകൾ അവർ പറഞ്ഞ അഭിപ്രായങ്ങളാണുള്ളത്. ഓക്കെ. ഒന്ന് ബ്ലെയർ, ജോൺസ് ആൻഡ് സിംസൺ, ഒരു 2-3 സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തില് എഡ്യൂക്കേഷണൽ ഫിലോസഫി ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ഷുഡ് ബി ഡൺ. ഒരു ക്ലാസ് റൂമിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്, അതിന്റെ ഒരു പ്രൈമറി കൺസേൺ ആണ്. അല്ലെങ്കിൽ അത് എന്ത് പഠിക്കണം, എന്ത് പഠിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ക്ലാസ് റൂമിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് നമ്മൾ പറയുന്നത്. ഫിലോസഫി ആണ് കേട്ടോ. അവരുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയെ കുറിച്ച് പറയുന്നുണ്ട്, അറ്റംപ്റ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ. എങ്ങനെയാണ് പഠിക്കുക? അപ്പൊ എന്ത് പഠിക്കണം എന്നുള്ളത് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്നത് അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ സിലബസ് ഉണ്ട്, അല്ലേ? നമുക്ക് കരിക്കുലം ഉണ്ട്, സിലബസ് ഉണ്ട്, എല്ലാ ടൈം ടേബിൾ ഉണ്ട്, എല്ലാം ഉണ്ട്, അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്.
സോ അതിനുള്ളിൽ അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് ഇത് ട്രാൻസാക്ട് ചെയ്യേണ്ടത്, ഒരു ക്ലാസ് റൂം പ്രോസസ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലാണ് പറയുന്നത് എന്നാണ്. ഇങ്ങനെ ഈ കരിക്കുലം സിലബസ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഡിഫറൻസ് ഒക്കെ അറിയോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, പറയണോ? കരിക്കുലത്തിന് പേപ്പർ തുടങ്ങി നമുക്ക്? ഹലോ, കരിക്കുലം സിലബസ് അറിയോ, കേട്ടിട്ടുണ്ടോ? കരിക്കുലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, കരിക്കുലം സിലബസും തമ്മിൽ ഡിഫറൻസോ അല്ലെങ്കിൽ എന്താണ് സാധനങ്ങൾ നമുക്ക് അറിയോന്ന്? കരിക്കുലം പറയണത് ഒരു എൻ്റെ പ്രോഗ്രാമിന്, കോഴ്സ് പറയുമ്പോ അതിന് ആ പെർട്ടിക്കുലർ ഒരു സിലബസ് കോഴ്സ് അല്ല, സിലബസ്. സിലബസ് പറയുമ്പോൾ syllabus പഠിക്കാനുള്ള പറയുമ്പോ particular course-ന്. കരിക്കുലം എന്ന് പറഞ്ഞാല് ആ കോഴ്സിൽ ഫസ്റ്റ് ഡേ മുതൽ ആ കുട്ടിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ആ കോഴ്സിന്റെ ഭാഗമായി ചെയ്യേണ്ട എല്ലാ പ്രോഗ്രാംസും അടങ്ങുന്നതാണ് കരിക്കുലം. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തൊക്കെ ആവണം, ഏതൊക്കെ തരത്തിലൂടെ കടന്നു പോകണം, എന്തൊക്കെ പ്രോഗ്രാംസ് അവിടെ കണ്ടക്ട് ചെയ്യണം എന്നുള്ള A to Z തുടങ്ങുന്നതാണ് കരിക്കുലം. സിലബസ് ആണെങ്കിലോ പാഠഭാഗം എന്നല്ല, ക്ലാസ് റൂമിൽ ഒരു കുട്ടി നേടേണ്ട കഴിവുകളും അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളും അതിനുമായി ബന്ധപ്പെട്ട പിന്നെ എന്തൊക്കെ റീഡിങ്സ് നടത്തണം എന്നുള്ളതാണ് സിലബസ്. ഓക്കെ, അപ്പൊ കോഴ്സ് ബുക്കോ? ഒരു കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ സബ്ജക്ട് ഉണ്ടാവും? അപ്പൊ ടെക്സ്റ്റ് ബുക്കോ? ഒരു സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ആകുന്ന പോർഷൻസ്. ടെക്സ്റ്റ് ബുക്ക് തമ്മിൽ ഡിഫറൻസോ? ഒരു കോഴ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടാവില്ലേ, അതിലൊരു സബ്ജക്റ്റിന് ഉള്ളതാണ് ടെക്സ്റ്റ് ബുക്ക്. മനസ്സിലായില്ല? കോഴ്സ് ബുക്ക് മീൻസ് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സബ്ജക്ട് ഉണ്ടാവും, അത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് കോഴ്സ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതല്ലേ കോഴ്സ് ബുക്കിൽ? അതെ, അത്ര വലിയ ഡെഫിനേഷൻ മനസ്സിലാക്കാൻ മാത്രം ബുദ്ധി എനിക്കില്ല തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ ഒരിക്കലും പറയാൻ പറ്റുമോ? കോഴ്സ് ബുക്കും ടെക്സ്റ്റ് ബുക്കും ടീച്ചേഴ്സ് ടെക്സ്റ്റും അതേപോലെ സ്റ്റുഡൻസിനുള്ള ബുക്കും ആണോ? ആരാ ഇവിടെ ടീച്ചേഴ്സ് ചോദിച്ചേ? ഓക്കെ, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് പറയുമ്പോ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഇതുള്ളത്, കോഴ്സ് ബുക്ക് പറയുമ്പോ സിലബസിനെ കുറിച്ചിട്ട്. എന്ത് പറഞ്ഞതിന്റെ ഒരു ചിരി? അതിന്റെ കൂടെ ഫ്രീയാ? സാർ പറയൂ സർ. സാറ് പറഞ്ഞോ സർ. അല്ല, എന്താ പറയാ, ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെയാണ്. അതെ, നമ്മൾ ഇടങ്ങാനായി. പ്രോസസ് ആണ്. അതെ, വലിയ പോയിന്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചിരിക്കുക, അല്ലെ, കളിയാക്ക. ഓക്കെ, ആക്ച്വലി ബേസിക്കലി കോഴ്സ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നാണ്. കോഴ്സ് ബുക്ക് തന്നെ പറയണ്ടേ? ആർക്കും എതിരഭിപ്രായമാണെങ്കിൽ ക്രോസ് ചെയ്യാം. സാർ, അപ്പൊ ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ആ ടെക്സ്റ്റ് ബുക്കിന് എന്താ പറയാ? ഹാൻഡ് ബുക്ക്. ഓക്കെ. ഓ, സമാധാനായോ? ഓ, സമാധാനായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി കൊളസ്നിക് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ മെൻഷൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ഡീൽഡ് ബൈ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ ഓരോരോ എഡ്യൂക്കേഷനിസ്റ്റുകളുടെ അഭിപ്രായങ്ങളാട്ടോ. ഇത് കോമൺ ആയിട്ട് പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വ്യൂ. അപ്പൊ എന്താണ് കൊളസ്നിക് പറഞ്ഞു വെച്ചത്? ഡിഫറൻസസ് എമംഗ് സ്റ്റുഡൻസ്. കുട്ടികളിൽ ഡിഫറൻസസ് ഉണ്ട് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. അഥവാ കുട്ടികൾ എല്ലാവരും ഒരുപോലെ അല്ല, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും സൈക്കോളജി പഠിക്കൽ നിർബന്ധമാണ്. ആണോ? 10 കുട്ടികളുണ്ടെങ്കിൽ 10 വിഭാഗം ആയിരിക്കുമോ? 10 ക്യാരക്ടർ ആയിരിക്കുമോ? ആയിരിക്കും. എങ്കിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 100 വിഭാഗമായിരിക്കോ? 100 സ്വഭാവമായിരിക്കോ? ആയിരിക്കുമോ? സെയിം സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ? ഇത് ഭാഗം പ്രശ്നമല്ലോ. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടാവും. എല്ലാരെയും പഠിച്ച് വന്ന് ക്ലാസ് എടുക്കുമ്പോഴേക്ക് കുറച്ച് സമയം എടുക്കും. അല്ല, ശരി, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത്
100 കുട്ടികൾ ഉണ്ടെങ്കിൽ അപ്പൊ 100 ക്യാരക്ടർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ. അതെ. സൈക്കോളജി പറയണത് അങ്ങനല്ല. സൈക്കോളജിയിൽ ഓരോ തിയറി സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ ഓരോ ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട്. ചില പറയുന്നുണ്ട് 9 ക്യാരക്ടർ ആണ്, ചില ആൾക്കാർ വേറെ വേറെ പറയുന്നുണ്ട്. സോ ആ 9 ക്യാരക്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പലതിലും പല റേറ്റിലേക്ക് ഉണ്ടാകും. അൾട്ടിമേറ്റ്ലി ഒരു 9 ക്യാരക്ടർ ആണെന്നൊക്കെ പറയുന്ന സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അത് തിയറിക്ക് അനുസരിച്ച് മാറും. എങ്കിലും 100 ക്യാരക്ടർ ആണെന്ന് പറയുന്നില്ല, എന്നാൽ എല്ലാവരും ഒന്നാണ് എന്ന് പറയുന്നില്ല. എന്തേലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഇങ്ങനെ 2 തരം ഉണ്ടെന്ന് പറയും. അതിൽ ഇൻട്രോവേർട്ടിന്റെ തന്നെ ചില ആളുകൾ അത് പൂർണ്ണമായി അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും, ഫോളോ ചെയ്യുന്നുണ്ടാവും. ചില ആളുകൾ ഭാഗ്യമായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്നാൽ അത് ഓരോരുത്തരും ഓരോ ക്യാരക്ടർ അല്ല. ഇമോഷണൽ ലെവല് ഡിഫറെന്റ് ആയിരിക്കൂലേ? ഡിഫറെന്റ് അതൊരു ആയിരിക്കും. ക്യാരക്ടർ ആണെങ്കിലും ആ ഡിഫറൻസുകൾ ഉണ്ടാകും. അത് വിചാരിച്ചിട്ട് 100 ക്യാരക്ടറുകളാണ് ഇവിടെ ഇരിക്കുന്നത് പറയാൻ കഴിയില്ല. സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് ചില ക്യാരക്ടറുകൾ പറയുന്നുണ്ട്. ഓക്കെ. ദെൻ 2 മോട്ടിവേഷൻ ആണ്, അഥവാ മോട്ടിവേഷൻ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത് അല്ലെ. മോട്ടിവേഷൻ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും നടക്കില്ല. ഇൻട്രിൻസിക് മോട്ടിവേഷനും എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഒക്കെ ഉണ്ട്. കേട്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടെ? അല്ലെങ്കിൽ എന്താ സാധനം? ഇൻട്രസ്റ്റിംഗ് മോട്ടിവേഷൻ പറയുമ്പോൾ നമ്മളുടെ ഉള്ളിന്ന് വരുന്ന ഒരു, അല്ലെങ്കിൽ നമ്മള് Yes. നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോൾ പുറമെ നമ്മളല്ലാതെ വേറൊരാള് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ സൂപ്ര നന്നായിട്ട് പഠിക്കട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലെ, നമ്മളിങ്ങനെ സെൽഫ് മോട്ടിവേഷൻ. ഞാൻ ഉത്തരം പറഞ്ഞപ്പോ സാർ ഇന്നെ മോട്ടിവേറ്റ്. അതെ. ദെൻ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ കോൺട്രിബ്യൂഷൻ ആണ്, അതിന്റെ സ്കോപ്പ് ആണെന്നാ പറയുന്നത്. ആൻഡ് ഇവാലുവേഷൻ, നമുക്ക് കുട്ടികളുടെ പഠനത്തെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ, അവരുടെ പഠനത്തെ വിലയിരുത്തേണ്ടതുണ്ട്. സോ ഇവാലുവേഷന്റെ അതേ അർത്ഥം വരുന്ന ഒരു വേറൊരു ടേമും കൂടിയും ഇന്നത്തെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്. എന്താ അറിയോ? അസസ്മെന്റ്. യെസ്, വെരി ഗുഡ്. ആരാ പറഞ്ഞേ? ശാലിനി. അത് വലിയ സംഭവം തന്നെ ശാലിനി. ഇതൊക്കെ സാറ് കുറെ പ്രാവശ്യം പറഞ്ഞാണ്. അതെ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, റൈറ്റ്. അങ്ങനെ എനിക്കൊരു ഫുഡ് കിട്ടി. ഓക്കെ. ദെൻ ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പം കൃത്യമായി നമ്മൾ എങ്ങനെയാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ഡയറക്ഷൻസ് കൊടുക്കേണ്ടത്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത്, ഇതൊക്കെ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ സ്കോപ്പാണ്. അതല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതയാണ്, അതല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ മെന്റൽ ഹെൽത്ത് അല്ലെ, കുട്ടികളുടെ മാനസിക ആരോഗ്യം. മെന്റൽ ഹെൽത്ത് വളരെ പക്കാക്കി വെക്കണം. അവരുടെ സെൽഫ് എസ്റ്റീമിനെയോ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെയോ അല്ലെങ്കിൽ അവരുടെ പ്രസ്റ്റേജിനെയോ ഒന്നും ബാധിക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ. അതുകൊണ്ടല്ലേ നമ്മള് പരീക്ഷയ്ക്ക് തോൽവിയില്ലാത്തതും കുട്ടികൾക്ക് തല്ലൊഴിവാക്കിയതൊക്കെ അവർ മെന്റൽ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ അല്ലേ? ഹലോ. അതെ സർ. അപ്പൊ ചോദിക്കട്ടെ, ഒരു കുട്ടി ക്ലാസ് റൂമിലെ വൈകി വന്നു അല്ലെങ്കിൽ തെറ്റ് ചെയ്തു സങ്കല്പിക്കാം. ആ കുട്ടിയെ നമ്മൾ മാതൃകാപരമായി ശിക്ഷിച്ചു. ആ കുട്ടിക്ക് ഭയങ്കരമായി അതിൽ ഫീലിംഗ് വന്നു, റൈറ്റ്. ഇത് ആ കുട്ടിക്ക് അത് നല്ലതാണോ ചീത്തയാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ? രണ്ട് രീതിയിലേക്കും മാറാം. ചിലപ്പോ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിക്കോളാന്നില്ല. ഓക്കെ, ആത്മഹത്യ ചെയ്യാം അല്ലെ പറഞ്ഞേ? മേ ബി. ഓക്കെ. പിന്നെ ചിലപ്പോ ആ കുട്ടിയെ അതുകൊണ്ട് നന്നാവും ചെയ്യാം. അത് നന്നാവും ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ളവരും പറഞ്ഞോ. ബാക്കിയുള്ളവരും അത് കണ്ടിട്ട് നന്നാവാം. നന്നാവാം അല്ലെ. ശരിക്കും അതിലിങ്ങനെ പലതരം സൈക്കോളജി പറയുന്നുണ്ട് കേട്ടോ. കാരണം ഒരാളെ നമ്മള് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ ആ വ്യക്തിന്റെ പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ അവരെ ഹരാസ് ചെയ്യരുതെന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി വേറൊരാളുടെ പേന മോഷ്ടിച്ചു, ഒരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പൊ നമ്മൾ പറയാണ്, ഇജ് കള്ളനാണ്, ഇജ് മോഷ്ടാവാണ്, ഇജ് ഭയങ്കര ചീത്ത ആളാണ് എന്ന് പറയുന്നത് അവന്റെ പേഴ്സണാലിറ്റിക്കുള്ള സെന്റൻസുകളാണ്. ഓക്കെ, ഇതല്ലാതെ പിന്നെ എന്താ പറയൂ അവനോട്? ആരും അറിയാതെ അത് ഡീൽ ചെയ്യാം. ആരും അറിയാതെ ഡീൽ ചെയ്യേ?
പക്ഷെ നമുക്ക് അതിനൊന്നും മനസ്സില്ല. എല്ലാരും അറിയും വേണം, അവരോട് പറയും വേണം. അല്ലെങ്കിൽ എല്ലാരും അറിഞ്ഞു. അത് അറിയാതെ അതിൽ പെട്ടുപോയതാവും, ആ കുട്ടിയുടെ കയ്യിൽ ആ പേന പെട്ടുപോയതാവും. ആ രീതിയിൽ അതല്ല, ആ രീതിയിൽ പൊതുവെ എല്ലാരോടും പറഞ്ഞിട്ട് ആ കുട്ടീനെ ഒറ്റയ്ക്ക് ആ കുട്ടീനെ എല്ലാരും പൊട്ടന്മാര്, നമ്മൾ രണ്ടാളും മാത്രം വിരുദ്ധന്മാരല്ലേ? ഏ എല്ലാരും അറിഞ്ഞിക്കണേ ഓനെ മോശിച്ചാന്ന്. എല്ലാരും കുട്ടീനെ ഡിഗ്രേഡ് ചെയ്യാൻ നമുക്ക് അപ്പൊ ചെയ്ത കാര്യത്തെ നമ്മള് ഇതാക്കലാവൂലേ, സപ്പോർട്ട് ചെയ്യലാവൂലേ? പേഴ്സണലി അതിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ കുട്ടീനോട് ഉപദേശിക്കാം, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്കാം. ഓക്കെ, ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. ഒക്കെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാനൊരു സ്ട്രാറ്റജി പറയാം, നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അവരോട് നമ്മൾ പറയുന്ന സെന്റൻസുകളാണ് അവിടെ പ്രധാനപ്പെട്ടത്. അഥവാ നീ മോഷ്ടാവാണ്, നീ ഭയങ്കര മോശമാണ്, നീ ചതിയനാണ് എന്നൊക്കെ പറയുന്നത് അവന്റെ പേഴ്സണാലിറ്റികളാണ്. അവരോട് പറയേണ്ടത് നീ നല്ല കുട്ടിയാണ്, പക്ഷെ നീ ചെയ്ത പ്രവർത്തനം തെറ്റാണ്. മോഷ്ടിക്കുക എന്നുള്ള പ്രവർത്തനം തെറ്റാണ്. ആ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ നീ നല്ല കുട്ടിയാണ്. അഥവാ ഈ പ്രവർത്തനമാണ് തെറ്റ്, നീയല്ല. അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയെ ചിന്തിക്കണ്ടാവുക, ഞാൻ നല്ല കുട്ടിയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യരുത്, ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യരുത് എന്ന് ചിന്തിക്കും. എന്റെ പ്രവർത്തനങ്ങളെ തിരുത്തിയാൽ ഞാൻ നന്നാകും, അല്ലെങ്കിൽ എനിക്കല്ല പ്രശ്നം, ഞാൻ ചെയ്ത പ്രവർത്തനത്തിലാണ് പ്രശ്നം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ക്യാരക്ടർ ഫോർമേഷൻ. കുട്ടികളുടെ ക്യാരക്ടർ, നല്ല നല്ല ക്യാരക്ടറിലെ കുട്ടികളെ ബിൽഡ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ നമ്മൾ ഭയങ്കര സ്ട്രെസ് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമോ? ഒരു കുട്ടിയെ നമ്മൾ ഭയങ്കരമായി ഹരാസ് ചെയ്ത് സംസാരിച്ചു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായി താഴ്ത്തി സംസാരിച്ചു, എല്ലാവരും ഇടയിൽ നിന്ന് സംസാരിച്ചാൽ കേൾപ്പിക്കുക, അതിന് അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ട് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മറ്റുള്ള കുട്ടികൾ അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കും. ആയിരിക്കും. അല്ല, ഈ കുട്ടിക്ക് എന്താ അഡ്വാൻറ്റേജ്? ഇത് അനുഭവിച്ച ഒരാൾക്ക് എന്താ അഡ്വാൻറ്റേജ് അറിയാം? ഇനി പഠിക്കും. ആ കുട്ടി നമ്മളൊരാളെ അത്തരത്തിൽ ഡീല് ചെയ്താൽ ആ കുട്ടിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാല്, ആ കുട്ടിക്ക് ഇനി ലൈഫിൽ ഇതേപോലെ നെഗറ്റിവിറ്റി വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആകുന്ന, അതല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സന്ദർഭം വന്നാലും അതിനെ ഹൗ ടു ഓവർകം എന്നുള്ളതിലേക്ക് എത്തും. അപ്പൊ നമ്മൾ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ തിരിച്ചു പോരരുത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ ഹൗ ടു റിക്കവർ, നീ എങ്ങനെയാണ് റിക്കവർ ചെയ്ത് വരേണ്ടത് എന്നുള്ള ഒരു മാർഗം കൂടി നമ്മൾ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം. അഥവാ പൊതുവായിട്ട് ഒരു കുട്ടിയെ തല്ലേണ്ടി വന്നാൽ ആ പൊതു സന്ദർഭത്തിൽ മാറിക്കഴിഞ്ഞാല് അവന് കൃത്യമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ, അതിന് എങ്ങനെയാണ് നീ തിരുത്തി മുന്നോട്ട് വരേണ്ടതെന്നുള്ള ഒരു മാർഗനിർദ്ദേശം കൂടിയും ഒരു തലോടൽ കൂടി, ഒരു സ്ട്രോക്ക് കൂടി ആ കുട്ടിക്ക് കൊടുക്കണം. മനസ്സിലായോ? അഥവാ ചുരുക്കി പറഞ്ഞാല്, ഒരു കുട്ടിനെ നമ്മൾ ചീത്ത പറയുകയോ തല്ലുകയോ ചെയ്ത ക്ലാസ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അന്ന് നിർബന്ധമായി അവർ മിഠായി കൂടി വാങ്ങിക്കൊടുത്തിട്ട് അവരോട് നല്ല കോലത്തിൽ സംസാരിച്ചിട്ട് വേണം പോരാൻ. മുന്നോട്ട് പോട്ടെ? ഓക്കെ, ഇതിലല്ലേ നമ്മൾ സ്ലൈഡ് മാറ്റുമ്പോൾ ഈ മുകളിൽ നോക്കട്ടോ. ഇപ്പൊ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി 1, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി 2. ഇത് രണ്ടാമത്തെ സ്കോപ്പ് അല്ല. സ്ലൈഡ് ആ ഒരേ ടോപ്പിക്കുള്ള സ്ലൈഡ് 2 വന്നു എന്നുള്ളതാണ് കേട്ടോ അർത്ഥാക്കേണ്ടത്. ഓക്കെ. ദെൻ H.C. ലിൻഗ്രൻ പറഞ്ഞു വെച്ച ചില വാക്കുകളാണ്. എഡ്യൂക്കേഷൻ സൈക്കോളജി റിവോൾവ് അറൌണ്ട് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ഇൻ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസ്. അല്ലെ, എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിൽ ഒരു കുട്ടിന്റെ സ്വഭാവം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ആസ് സച്ച് ഇറ്റ് ഷുഡ് ലിമിറ്റ് ഇറ്റ്സെൽഫ് ടു ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. എഡ്യൂക്കേഷൻ സൈക്കോളജി അവിടെ നിൽക്കണം, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നിൽക്കണം, ആൻഡ് ദ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റ്. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ട ഒന്നാണ് എന്നാണ് H.C. ലിൻഗ്രൻ നമ്മോട് അഭിപ്രായപ്പെട്ടത്. Other elements involved educational process and learning experience. അപ്പൊ എഡ്യൂക്കേഷണൽ പ്രോസസ്സും ലേണിംഗ് എക്സ്പീരിയൻസും ലേണിംഗും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതാണ് അതിലുള്ള സ്കോപ്പ് എന്നാണ് പറയുന്നത്. സോ ബേസിക് എലമെന്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഒന്ന് ദ ലേണർ ആണ്, അഥവാ ലേണർ, പഠിതാവ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഭാഗമാണ്. ഒരു നല്ല ലേണർ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ സ്കോപ്പാണ്.
ദെൻ ലേണിംഗ് എക്സ്പീരിയൻസ്, കുട്ടിക്ക് ഒരുപാട് പഠന പ്രവർത്തനങ്ങളും അതിൽ നിന്നുള്ള എക്സ്പീരിയൻസും കിട്ടുക, അതൊരു സ്കോപ്പാണ്. ദെൻ ലേണിംഗ് പ്രോസസ്, നമ്മുടെ പഠന രീതി അത് ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് ലഭിക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, ആ ഒരു ക്ലാസ് റൂമിനെ പക്ക സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ നല്ല ഒരു ക്ലാസ് റൂം ആക്കി മാറ്റി, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ക്ലാസ് റൂം ആക്കി മാറ്റി നമ്മൾ പഠിപ്പിക്കണം. ആൻഡ് ദ ടീച്ചർ, അല്ലെ, ടീച്ചർ ഷുഡ് ബി എ ഫ്രണ്ട്, ഗൈഡ്, മോട്ടിവേറ്റർ ആൻഡ് മെന്റർ. ടീച്ചറും തന്നെ കുട്ടികളുമായി സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരു അധ്യാപകനായി മാറാൻ ആ കുട്ടിക്ക് നമുക്ക് പറ്റണം എന്നുള്ളതാണ്. സോ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ എന്ത് ചെയ്യും, കുട്ടി മാറും, ലേണിംഗ് എക്സ്പീരിയൻസ് മാറും, ലേണിംഗ് പ്രോസസ്സ് മാറും, ലേണിംഗ് സിറ്റുവേഷൻ മാറും, ടീച്ചർ മാറും. സോ ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും, എല്ലാത്തിലും സൈക്കോളജി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ആ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്. ദെൻ ഗാരിസൺ പറഞ്ഞതെന്ന് വെച്ചാല് മേജർ ഡിവിഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ഒരു 4 ഡിവിഷൻസ് പറഞ്ഞൊക്കെയാണ്. ഒന്ന് ദ ചൈൽഡ് ആൻഡ് ഹിസ് ഡെവലപ്മെന്റ്, കുട്ടിയും അവന്റെ വികാസവും. അതുപോലെ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേറ്റീവ് പ്രോസസ്, പഠനവും പഠന പ്രവർത്തനങ്ങളും. ഇവാലുവേറ്റിംഗ് പീപ്പിൾ ഗ്രോത്ത്, കുട്ടികളുടെ പഠനം നിലവാരം അളക്കുന്ന ഇവാലുവേഷൻ. 4 ഗൈഡിങ് ദ ചൈൽഡ്, കുട്ടികൾക്കുള്ള ഗൈഡൻസ്. ഇങ്ങനെ 4 മേഖലകളാണ് സൈക്കോളജിക്കലി എഡ്യൂക്കേഷണൽ ഫീൽഡിൽ കൊടുക്കാനുള്ളത്, അഥവാ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ സ്കോപ്പായിട്ട് പറഞ്ഞത്. കുട്ടി അവൻ കൃത്യമായ ഡെവലപ്മെന്റ് ഉണ്ടാകും. 2 അവന്റെ പഠനവും പഠന പ്രവർത്തനങ്ങളും ഡെവലപ്ഡ് ആകും. 3 കുട്ടിന്റെ ഗ്രോത്ത്, ഈ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കാനുണ്ടോ, അതൊക്കെ എന്താണെന്ന് കൃത്യമായി പഠിക്കാനുണ്ട്. അതിനെ അതെന്ത് ചെയ്യും, അഡ്വാൻറ്റേജ് ആകും. അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് അത് മാറും. ഇനി ഇവിടെ ജനറൽ സൈക്കോളജിയും എഡ്യൂക്കേഷൻ സൈക്കോളജിയും തമ്മിലുള്ള ഒരു ചെറിയ ഡിസ്പാരിറ്റി ആണെങ്കിൽ ഡിഫറൻസസ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നുമില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജിക്കാണ് ഏതൊരു കൂടുതൽ പോയിന്റ് പറഞ്ഞത്, നമ്മൾ പഠിച്ച പോയിന്റ് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നതേ ഉള്ളൂ. സോ എന്താണ് ജനറൽ സൈക്കോളജി? ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് വ്യൂ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മൊത്തമായിട്ട് മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ജനറൽ ആയിട്ടുള്ള സൈക്കോളജി എങ്കിൽ, എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഹൈലൈറ്റ് ദ ബിഹേവിയർ ഓഫ് ദ ലേണർ, പഠിതാവിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പഠിക്കുക. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ദെൻ ജനറൽ സൈക്കോളജി പറയുന്നത് ജനറൽ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് അതർ ആസ്പെക്ട്സ് എന്നുള്ളതാണ്. അതിന് കൂടുതൽ പരിഗണിക്കുന്നത് ഒക്കെ എന്താണ്, പൊതുവായ മനുഷ്യരുടെ സ്വഭാവം, മനുഷ്യരുടെ ചിന്തകൾ, മനുഷ്യരുടെ മനസ്സ്, മനുഷ്യരുടെ സ്വഭാവങ്ങൾ, ഇങ്ങനെയാണ് ഉണ്ടാവുക. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തുണ്ടാവുക, ലേണർ, ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ ടീച്ചർ, അതുപോലെ തന്നെ ഇവാലുവേഷൻ, അങ്ങനെയുള്ള പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എയിംസ് ടു പ്രിപ്പയർ ദ ടീച്ചർ ടു റിയലൈസ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഒരു ടീച്ചറെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ആ ഒരു വലിയ ടേമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അപ്പൊ കൃത്യമായിട്ട് സൈക്കോളജി അറിയുന്ന ടീച്ചറാണ് ഒരു എഡ്യൂക്കേറ്റർ ആവേണ്ടത്. അപ്പോഴാണ് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ പ്ലാൻ ടു മാക്സിമൈസ് ദ അച്ചീവ്മെന്റ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ലേണർ. പ്ലാനർ അല്ല, ലേണർ ആണ്. ഓരോ കുട്ടിയുടെയും അച്ചീവ്മെന്റിലേക്ക് കുട്ടികൾ എത്തിക്കാൻ ഇൻഡിവിജ്വലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ച് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അതിന് വേണ്ട പ്ലാൻ, ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ടീച്ച് ചെയ്യണമെങ്കിൽ ഒരു നല്ല എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിനാണ് പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും ആരാകണം? സൈക്കോളജിസ്റ്റ് ആവണം, അഥവാ സൈക്കോളജി പഠിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്കുള്ളത്. മനസ്സിലായോ? അപ്പം ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോഴേക്ക് ഒരു ചെറിയ സൈക്കോളജിസ്റ്റ് എങ്കിലും നിങ്ങൾ ആവണം. അതിനു വേണ്ടിയാണ് ഞാൻ ക്ലാസ്സിലെ എക്സാമ്പിൾസും അതല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും, ഇതിനെ കുറിച്ച് ചിന്തിക്കൂ എന്നൊക്കെ പറയണത്. കേവലം ഒരു തിയറി പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിനൊക്കെ അപ്പുറത്ത് യു ഷാൾ ബി എ സൈക്കോളജിസ്റ്റ്. ഓക്കെ? യെസ് സർ. ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസ് ആണ്. ഇപ്പൊ നമ്മൾ സ്കോപ്പ് കണ്ടു, സിഗ്നിഫിക്കൻസ്. ഇതിൽ എല്ലാത്തിലും സെയിം പോയിന്റ്സ് ഉണ്ടാവും, റൈറ്റ്? സെയിം പോയിന്റ്സ് ഉണ്ടാകും. ഒരേ പോയിന്റൊക്കെ പഠിച്ചിട്ട് റോള് ചോദിക്കുകയാണെങ്കിൽ റോള്, അല്ലെങ്കിൽ സ്കോപ്പ് ചോദിക്കുകയാണെങ്കിൽ സ്കോപ്പ്, സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ സിഗ്നിഫിക്കൻസ്, നാച്ചുറൽ ചോദിക്കുകയാണെങ്കിൽ നാച്ചുറൽ, അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ്, ഇങ്ങനെ എഴുതാൻ പറ്റും. എല്ലാത്തിനും സെയിം പോയിന്റ്സ് പഠിക്കാൻ പറ്റും. ഓക്കെ. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്സ് ദ ടീച്ചർ ഇൻ ഫോളോയിങ് വേസ്. ടീച്ചറെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്യുന്ന 2 മാർഗത്തിലാണ് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ, കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ. ഒന്ന്, എഡ്യൂക്കേഷൻ തിയറീസ്
ടീച്ചർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് എഡ്യൂക്കേഷൻ, ഇതാണ് കുട്ടികൾ, ഇങ്ങനെയാണ് പഠനം, ഇതാണ് പഠന പ്രവർത്തനം എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തിയറി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഒരു ഭാഗത്ത്. ഓക്കെ, എഡ്യൂക്കേഷണൽ തിയറീസ്, അങ്ങനെ തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷൻ തിയറീസ് പഠിക്കാനുണ്ട്. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. 2, കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് പഠന പ്രവർത്തനം പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിനെ കുറിച്ച് ടീച്ചേഴ്സിന് അറിയണം. അപ്പൊ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ലേണിങ്ങിനെ കുറിച്ച് അറിയണം, ടീച്ചിങ്ങിനെ കുറിച്ച് അറിയണം, ക്ലാസ് റൂം മാനേജ്മെന്റ് അറിയണം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അറിയണം, കുട്ടികളുടെ മനഃശാസ്ത്രം ചൈൽഡ് സൈക്കോളജി അറിയണം, അവരുടെ ബിഹേവിയർ അറിയണം, ആ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ചെയ്യാൻ അറിയണം, ഒരുപാട് കാര്യങ്ങൾ അറിയണം. ആർക്കെങ്കിലും നിർത്തിപ്പോകാൻ തോന്നുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും നടക്കൂല, ഇത്രയൊന്നും നടക്കൂല. എനിക്ക് വെറുതെ ആ പാഠം എന്താണോ അത് പഠിപ്പിക്കാനേ നടക്കുള്ളൂ. എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചുകൊണ്ടൊന്നും ആക്കാൻ പറ്റൂല എന്നൊക്കെ ആർക്ക് തോന്നുന്നുണ്ടോ? ചിലതൊക്കെ ഇൻവിസിബിൾ ആയിട്ട് പോകുന്ന കാര്യങ്ങളല്ലേ. കൃത്യമായി പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റും. ഇതൊക്കെ ശരിക്കും ഇത് കൃത്യമായി പഠിച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളെ കൊണ്ട് പറ്റും. നോക്കാം, നമുക്ക് പറ്റും, പറ്റാത്തൊന്നുമില്ല. കേട്ടിരിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതേപോലെ ക്ലാസ് റൂമിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. 2 പറഞ്ഞത് കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ ആണ് 1. 2 കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അതിന് കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ തന്നെ ഒരു 5-6 പോയിന്റ്സ് പറയുന്നുണ്ട്. 1, ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ സ്വഭാവം എങ്ങനെയാണ് ഡെവലപ്ഡ് ആകുക എന്നതിനെ കുറിച്ച് ടീച്ചർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അല്ലെങ്കിൽ സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. സോ സയൻസ് ഓഫ് ബിഹേവിയർ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, മോൾഡിംഗ് ഓഫ് ബിഹേവിയർ, എങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരിക്കപ്പെടുന്നത്, അത് ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെയാണ് ആ സ്വഭാവ രൂപീകരണത്തിന്റെ ഘട്ടങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരാളുടെ ബിഹേവിയർ മോൾഡ് ചെയ്യുക, എങ്ങനെ ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുക, ഇതൊക്കെ ടീച്ചർക്ക് അറിയണമെന്നാണ്. ശരിക്കും നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, മാറ്റാൻ പറ്റുമോ? മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റൂലേ? മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. അപ്പൊ നിങ്ങൾ ഇതിലാരെങ്കിലും എന്റെ ബിഹേവിയർ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? എന്റെ സ്വഭാവം ഞാൻ മാറ്റിയിരുന്നത് എന്താ മാറ്റിയത്? ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്, പറയാൻ പറ്റുമെങ്കിൽ. മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠനത്തിലേക്കൊക്കെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട് ഇപ്പോ. അതൊന്നല്ല, എന്നാൽ ലൈഫിൽ ഞാൻ വളരെ സംഭവമായി എന്റെ ബിഹേവിയർ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റി, അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? എയിൽ നിന്ന് ബിയിലേക്ക് മാറ്റി. അങ്ങനെ വിചാരിക്കും, പക്ഷെ പറ്റാറില്ല. വിചാരമല്ല പറയണേ, ആരെങ്കിലും പറ്റിച്ചോലുണ്ടോ എന്ന് ചോദിക്കണേ. ദാറ്റ് മീൻസ് ഞാൻ എന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനല്ല, കുറച്ച് മടിയൊക്കെ ആയിരിക്കും പല കാര്യത്തിലും. പക്ഷെ നമ്മളൊരു കല്യാണം കഴിച്ചാൽ നമുക്ക് റെസ്പോൺസിബിൾ ആണ്. അത് കൊടുങ്ങാണ്, അത് നമ്മള് മാറ്റിയതൊന്നുമല്ല, അത് സാഹചര്യം മാറ്റിയതാണ്. അല്ല, എന്നാലും മാറിയല്ലോ, എത്രയോ മാറിയില്ലേ? അല്ല, തിരിച്ച് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ പഴയ പോലെ തന്നെ അവളുണ്ടോ? ചിലപ്പോ മിക്കവാറും അത് മാറ്റല്ല, ടെമ്പററി ബിഹേവിയറൽ ചേഞ്ച്. അത് ഇവിടെ പരിഗണിക്കേ ഇല്ല. ഞങ്ങൾ മാറുന്നുണ്ട് സാർ, അത് പരിഗണിക്കണം. അത് വലിയൊരു ഇതാണല്ലോ, കുടുങ്ങിയതാണ്, അതിന് കുടുക്കാണ്. അത് കമ്പൽസറി ചേഞ്ച് ആണ്, അത് ടെമ്പററി അല്ല, കമ്പൽസറി ചേഞ്ച് ആണ്. അത് പരിഗണിക്കൂല. അതേപോലെ അവിടെയുള്ള അതേപോലെ സ്വന്തം വീട്ടിൽ വന്നാലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ഓക്കെ, എന്താ പറയൂ. അല്ല, ഈ സെയിം ചേഞ്ചസ് ഒക്കെ പിന്നെ കൃത്യമായിട്ട് വർക്കൗട്ട്, ഹെൽത്ത് നോക്കാൻ തുടങ്ങി. മുടങ്ങാതെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവും. ഓക്കെ, അപ്പം 1 ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ ആണ്. 2 ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ഓഫ് ക്ലാസ് റൂം ലേണിംഗ്. ക്ലാസ് റൂം ലേണിംഗിന്റെ നാച്ചർ എന്താണെന്ന് മനസ്സിലാക്കലാണ്. ദാറ്റ് മീൻസ് പോയിന്റ് നോക്കണേ, പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ലേണിംഗ് ആണ്. അഥവാ എന്താണ് ലേണിംഗ്, അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ തത്വങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്. പ്രിൻസിപ്പിൾസ്, പഠനത്തിന്റെ
ലേണിങ്ങിന്റെ അപ്രോച്ച്, അതിന്റെ പ്രിൻസിപ്പിൾസ് അത് മനസ്സിലാക്കുക എന്നുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഈ ടീച്ചർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് കുറേ ഉണ്ട് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ് കുറേ ഉണ്ട്. സോ നമുക്കിത് പഠിക്കാനുണ്ട്. അത്തരം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയത്, കാരണം നമുക്ക് ആ ഒരു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ ഉള്ളൂ അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അത് മാറ്റാനൊക്കെ പറ്റുള്ളൂ. ദെൻ 3 ടു അണ്ടർസ്റ്റാൻഡ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നത്. 4 ടു അണ്ടർസ്റ്റാൻഡ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്. എങ്ങനെ പഠിപ്പിച്ചാലാണ് കുട്ടികൾക്ക് പഠിക്കുക. അപ്പൊ അതിന് പല രീതികളുണ്ട്. ഇൻഡക്റ്റീവ് മെത്തേഡ്, ഡിഡക്റ്റീവ് മെത്തേഡ്, കൺസ്ട്രക്റ്റിവിസം മെത്തേഡ്, ബിഹേവിയറിസം മെത്തേഡ്, ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. സോ അത്തരം മെത്തേഡ്സിൽ ഏത് ഉപയോഗിച്ചാലും കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ടെന്ന് പറയണം. ആ മെത്തേഡ്സ് ഉണ്ട് നമ്മോട് പറഞ്ഞു തരുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. ഓക്കെ. ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണലാണ്. കുട്ടികളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണലാണ്. ഒരു കോസസ് അപ്പല്ലേ, കോസസ് ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ ആണ് കുട്ടികളുടെ പ്രശ്ന പരിഹാരം. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി, ഒരു ഉദാഹരണം പറയട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി എന്നും ഉറക്കം തൂങ്ങാണ്. റൈറ്റ്. ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി ഉറങ്ങാണ്. അതിന്റെ കാരണം എന്താവും? ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിലെ ഭയങ്കര ക്ഷീണം സംഭവിക്കുന്ന എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഉറക്കക്കുറവുകൊണ്ടാവാം രാത്രിയിലെ. അപ്പൊ എന്താ റിസൾട്ട് ചോദിക്കാം. ഇതൊക്കെ പഠിച്ചോന്നല്ല. കുട്ടിക്ക് ഉറക്കക്കുറവില്ല മീൻസ് കുട്ടി അങ്ങനെ ഉറക്കം കളഞ്ഞ് എവിടെയും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ ഉള്ളത്, നേരത്തെ കിടക്കുന്നുണ്ട്, അത്ര നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ താല്പര്യക്കുറവില്ല, പഠിക്കാനൊക്കെ നല്ല താല്പര്യമുണ്ട്, പിന്നെന്താ പറഞ്ഞ ആ പറഞ്ഞൊക്കെ ഉണ്ട്, ഒന്നും പ്രശ്നമില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഉറക്കം മാറ്റാനുള്ള ചില ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ടെക്നിക്ക് യൂസ് ചെയ്തു. പക്ഷെ പിന്നെ കുട്ടി ഉറങ്ങല്ലേ? അവിടുന്ന് ഉറങ്ങിക്കോട്ടെ. കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മള് പല കോമാളിത്തരം കാണിച്ചു നോക്കണ്ടേ, പക്ഷെ കുട്ടിക്ക് അതിലൊന്നും അല്ല ശ്രദ്ധ. പിന്നെ അവൻ എന്താ കൂടുതൽ അവന്റെ താല്പര്യം നമുക്ക് ചോദിക്കാം. എന്താ താല്പര്യമുണ്ട്, പഠിക്കാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ ഉറങ്ങുന്നുണ്ട്. പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉറങ്ങൂല. മുഖം കഴുകി വരും അല്ലെ? ഓക്കെ. ആക്ച്വലി നമ്മൾ കണ്ട പ്രശ്നങ്ങളല്ല കുട്ടിക്കുള്ളത് നാം മനസ്സിലാക്കണ്ടേ. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത മറ്റൊരു പ്രശ്നം ആ കുട്ടിക്കുണ്ട്. നമ്മൾ പറഞ്ഞതൊക്കെ ചോദിച്ചു, അതൊക്കെ പരീക്ഷിച്ചു, അതൊന്നും പ്രശ്നമില്ല എങ്കിൽ നമ്മൾ യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഫിസിയോളജിക്കൽ പ്രശ്നമാവാം, സൈക്കോളജിക്കൽ പ്രശ്നമാവാം, സോഷ്യൽ ഇഷ്യൂസ് ആവാം, പലതും ആകാം. അപ്പം നമ്മൾ യഥാർത്ഥ കാരണത്തിലേക്ക് കാരണം കണ്ടെത്തുന്നത് വരെ നമുക്ക് സൊല്യൂഷൻ കിട്ടൂല. മനസ്സിലായോ? റിയൽ ഇഷ്യൂലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ 1-2 റെമഡി ചെയ്തു നോക്കി, പരിഹാരം ആയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിയൽ ഇഷ്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഇനി കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ, അതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞതിന്റെ ബാക്കിയാണ് 6 നോളജ് ഓഫ് മെന്റൽ ഹെൽത്ത്, അഥവാ കുട്ടിന്റെ മാനസികാരോഗ്യം എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന അറിവ് ടീച്ചേഴ്സിന് ഉണ്ടാകും. ആ അറിവ് കൊടുക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. ദെൻ കരിക്കുലം കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, നമ്മളെ കുട്ടികൾ അതിനുള്ളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ സിലബസ് ഉൾപ്പെടുത്തണം, എന്തൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. അത് നമ്മൾ സ്കൂളിൽ നടത്തുന്ന പല പ്രോഗ്രാംസ് ഇല്ലേ, ആ ഓരോ പ്രോഗ്രാംസിന് മുന്നിലും ഓരോരോ എയിം ഉണ്ട്, അതറിയില്ലേ? സയൻസ് ഫെയർ നടത്തുകയാണെങ്കിലും, ആർട്സ് നടത്തുകയാണെങ്കിലും, സ്പോർട്സ് നടത്തുകയാണെങ്കിലും, ടൂർ നടത്തുകയാണെങ്കിലും ഒക്കെ എന്തുണ്ട്? അതിന് കൃത്യമായ എയിം ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സൈക്കോളജിയാണ്. എന്താണ് പിന്നെ ഇപ്പൊ നമ്മളൊരു എന്താ ഈ ട്രിപ്പ് പോവില്ലേ, വിനോദയാത്ര, അതിന്റെ ലക്ഷ്യം എന്താണോ? ഓക്കെ. അതിന്റെ ലക്ഷ്യം എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കുട്ടികൾ തമ്മിൽ ബോണ്ടിങ് ഉണ്ടാവാൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്, കോഓപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്, എക്സ്പീരിയൻസിങ് ന്യൂ നോളജ്,
ഇങ്ങനെയൊക്കെയുള്ള കുറെ ലക്ഷ്യങ്ങളായി വരുന്നത്. ക്യാമ്പ് വെക്കൂല്ലേ, ക്യാമ്പ് 7 days ക്യാമ്പ്, അതൊക്കെ അടിപൊളിയല്ലേ സൈക്കോളജി. യെസ്, അതിലും അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ്. ഇങ്ങനെയൊക്കെയുള്ള സ്കില്ലാണ് അവിടെ അല്ലെ. എന്നിട്ട് അതില് അണ്ടർസ്റ്റാൻഡിങ് പഠിക്കാതെ വരുന്നതൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഗൈഡിങ് മെഷർമെന്റ് ഓഫ് ലേണിംഗ് ഔട്ട്കം. അതിന് 8ാമത്തെ പറഞ്ഞതാണ് മെഷർമെന്റ് ഓഫ് ലേണിംഗ് ഔട്ട്കം. എന്താണ് ലേണിംഗ് ഔട്ട്കം മെഷർമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ? ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? എക്സാം നടത്തുക, അതാണോ? ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? ലേണിംഗ് ഔട്ട്കം ആൻഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്, രണ്ട് വാക്കുണ്ട്, ഒരേ അർത്ഥമാണ്. ലേണിംഗ് ഔട്ട്കം ആൻഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇതെന്താ സാധനം? നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം ആ കുട്ടിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണോ? അല്ല, ഇത് ഈ ലേണിംഗ് ഔട്ട്കം എന്ന സാധനങ്ങള് ടീച്ചേഴ്സായി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? ലെസൺ പ്ലാൻ എഴുതുമ്പോൾ ലെസൺ പ്ലാൻ എഴുതും. ലെസൺ പ്ലാന് എഴുതാത്തവർക്ക് അത് അറിയണ്ടാവില്ല. ടീച്ചേഴ്സ് അഥവാ വേറെ ട്രെയിനിങ് കോഴ്സ് കഴിയാത്ത ആളുകൾക്ക് അത് അറിയണ്ടാവില്ല. ആക്ച്വലി ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ടു ബി അച്ചീവ്ഡ് ബൈ സ്റ്റഡിയിങ് ദ ടോപ്പിക് എന്നുള്ളതാണ്. നമ്മളൊരു ടോപ്പിക് പഠിപ്പിക്കൂലേ, ഒരു കഥ പഠിപ്പിക്കൂലേ, ഒരു ചാപ്റ്റർ പഠിപ്പിക്കൂലേ? അത് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്താണ് അറിവ് നേടേണ്ടത്, അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടേണ്ട സ്കില്ലുകൾ എന്താണ്, നോളജ് എന്താണ് എന്നുള്ളതാണ് ലേണിംഗ് ഔട്ട്കം. ഓക്കെ, തന്നല്ലേ എന്താ പറയാ, എന്ത് പഠിച്ചു നോക്കലാണെന്ന് പറഞ്ഞേ, എന്ത് പഠിക്കണം എന്ന് നോക്കലാണ്. ടീച്ചേഴ്സിന്റെ വ്യൂല്. ടീച്ചേഴ്സിന്റെ വ്യൂല് ഈ ചില ബുക്കുകൾ എഴുതിച്ചിട്ടുണ്ടാവും ലേണിംഗ് ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എഴുതിച്ചിട്ടുണ്ടാവും ഈ പാഠം പഠിച്ചാൽ എന്തൊക്കെയാണ് കുട്ടിക്ക് കിട്ടേണ്ടത് എന്നുള്ള സാധനം. ഈ ലേണിംഗ് ഔട്ട്കം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. കാരണം കുട്ടിക്ക് നിർബന്ധമായി കിട്ടേണ്ടത് എന്താണെന്നാ ലേണിംഗ് ഔട്ട്കത്തിൽ ഉണ്ടാവുക. ഓരോ യൂണിറ്റിനും ഒരു 5 മുതൽ 15 വരെയൊക്കെയുള്ള ലേണിംഗ് ഔട്ട്കംസ് ഉണ്ടാവും ഓരോ യൂണിറ്റിനും. ഓക്കെ, ഓരോ പീരീഡും ഓരോ ലേണിംഗ് ഔട്ട്കം ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. അങ്ങനെ എടുക്കേണ്ടത് ഓരോ പീരീഡും 1 or 2 ലേണിംഗ് ഔട്ട്കംസ് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഗൈഡിങ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ അല്ലെ. പ്രത്യേകതരം ഒരു സ്പെഷ്യൽ കെയർ വേണ്ട അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ആയിട്ട് ചിൽഡ്രൻ ഉണ്ടാവും. അവർക്കും അവരെങ്ങനെ പഠിപ്പിക്കണം? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് പറയാ, CWSN. ഓക്കെ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ഓക്കെ, അത്തരം കുട്ടികൾക്ക് അതാണ് പറയാ. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിന് എന്തുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഹെൽപ്സ് ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെ. പഠനത്തോടും നമ്മുടെ വിഷയത്തോടും അധ്യാപകനോടും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ പഠിക്കുള്ളൂ അല്ലെ. നമ്മള് ഒരു വിഷയം പഠിക്കണമെങ്കിൽ ആ പഠനം, ആ വിഷയം അതെടുക്കുന്ന ആള്, ആ പീരീഡ്, അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നോക്കിയിട്ടില്ലേ നമ്മൾ സബ്ജക്ട് പഠിക്കുക? അതെ. യെസ്, ഇത് അണ്ടർസ്റ്റാൻഡിങ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഓരോരോ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ട്, അവർക്ക് വ്യത്യസ്ത കഴിവുകളുണ്ട്. അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ. സോ ഇത്രയും സിഗ്നിഫിക്കൻസ് എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് സ്ക്രീനിലുണ്ട്, കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഒന്ന് പറഞ്ഞത്, 2 കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സോ ഇനി കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പറയാൻ പോണത്. ഓക്കെ, സോ അതിലൊന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഡിസിപ്ലിൻ ആണ്. ട്രഡീഷണൽ ടീച്ചേഴ്സ് ബിലീവ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. നമ്മൾ ഡിസിപ്ലിനെ കുറിച്ച് അവിടെ പറയാം കേട്ടോ. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്ലാസ് റൂം എന്തൊക്കെ നടപ്പിലാക്കണം. ഈ ഒരു ഇതാരും കേട്ടണോ? ഈ ഒരു ട്രഡീഷണൽ ടോക്ക് കേട്ടണോ? സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചിൽഡ്രൻ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. എന്താ? അതിന് മീനിങ് പറഞ്ഞാൽ മതി, ആശയം പറഞ്ഞാൽ മതി. കൊറേ പറഞ്ഞോ. പറയൂ. ഹലോ, എനിക്ക് എനിക്ക് അതിന്റെ കറക്റ്റ് മലയാളം പഴഞ്ചൊല്ല് കിട്ടുന്നില്ല. അല്ല, അതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മീനിങ് കിട്ടുമെങ്കിൽ പറഞ്ഞാൽ മതി.
നമ്മള് കൂടുതൽ കൊഞ്ചിച്ച് അത് കുട്ടീനെ നശിപ്പിക്കുന്നു അങ്ങനെ എന്തോ ഒരു മീനിങ്ങിൽ ഒരു കറക്റ്റ് ഒരു മലയാളം ചൊല്ലുണ്ട് അതിന്. അങ്ങനെ തന്നെയാണ്. ഇഫ് യു നെവർ കറക്റ്റ് ദം ദേ മേ ഗ്രോ അപ്പ് വിത്തൗട്ട് ഗുഡ് മാനേഴ്സ് എന്നൊക്കെ ഇതിനർത്ഥം. അപ്പൊ നമ്മള് തല്ലാതെ അല്ലെങ്കിൽ ശിക്ഷിക്കാതെ അല്ലെങ്കിൽ തിരുത്താതെ വളർത്തിയാൽ അവര് മോശമായി പോകും എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് മീനിങ്. ഓക്കെ, അഥവാ വി ഹാവ് ടു കറക്റ്റ് ദ സ്റ്റുഡൻസ്, റൈറ്റ്. അഥവാ നമ്മൾ തിരുത്തേണ്ടത് തിരുത്തണം, നോ പറയേണ്ടടുത്ത് നോ പറയണം, യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, മോട്ടിവേറ്റ് ചെയ്യേണ്ടടുത്ത് മോട്ടിവേറ്റ് ചെയ്യണം, ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ടടുത്ത് ഡീമോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ്. അപ്പം നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെങ്കിൽ, കുട്ടികൾ ഡിസിപ്ലിൻ ഉണ്ടാവണമെങ്കിൽ വി ഹാവ് ടു കറക്റ്റ് ദം. രണ്ട്, എഡ്യൂക്കേഷൻ സൈക്കോളജി റിയലൈസ് ദാറ്റ് ദ യൂസ് ഓഫ് പണിഷ്മെന്റ് ഈസ് ഇൻഹ്യൂമൻ. പണിഷ്മെന്റ് പാടില്ല എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എല്ലാവരും അങ്ങനെ പറയണില്ല. പണിഷ്മെന്റ് തെറ്റാണോ ശരിയാണോ? നേരത്തെ പറഞ്ഞതാണ് തോന്നുന്നു. പണിഷ്മെന്റ് കൊടുക്കാറുണ്ടോ? വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് അല്ല, ലൈറ്റ് ആയിട്ട്. ചെറിയ രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ അല്ലേ? അതെ. ഓക്കെ, ഇവിടെ വലിയ രീതിയിലുള്ള പണിഷ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. പണിഷ്മെന്റും നല്ലതാണ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോഴേ ഉള്ളൂ അവരുടെ ഒരു ബിഹേവിയർ കറക്റ്റ് ചെയ്യപ്പെടുള്ളൂ. ഒരു നെഗറ്റീവ് ബിഹേവിയർ ഡിലീറ്റ് ആക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് മാറ്റിക്കളയണമെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ പറയുന്ന സൈക്കോളജിസ്റ്റുകളുണ്ട്. ദെൻ യൂസ് ഓഫ് വിഷ്വൽ ഓഡിയോ എയ്ഡ്സ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അഥവാ എങ്ങനെയാണ് ക്ലാസ്സിൽ ഇഫക്റ്റീവായി ക്ലാസ് എടുക്കേണ്ടത്, അതിനുള്ള ഒരു മാർഗ്ഗമാണ് യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് തന്നെ പറയും പൊതുവെ. അഥവാ നമ്മൾ ഓഡിയോ കേൾപ്പിച്ചു കൊടുക്കുക, വീഡിയോ കാണിച്ചു കൊടുക്കുക, അല്ലെ, അത്തരത്തില് യൂട്യൂബ് വീഡിയോസോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് അത് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ 3, സ്കൂൾ ആൻഡ് ക്ലാസ് റൂം അഡ്മിനിസ്ട്രേഷൻ. സ്കൂൾ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്, ക്ലാസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ. 4, ടൈം ടേബിൾ, അല്ലെ, ടൈം ടേബിൾ കൃത്യമായി പാലിക്കണം. ടൈം ടേബിൾ പിന്നെ ഇടുമ്പോ അതിനൊരു എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക അറിയോ? ടൈം ടേബിൾ ഇടുമ്പോ എന്താ ശ്രദ്ധിക്കല്? ഇന്റർവെൽസ്. ഇന്റർവെല്. പിന്നെ ഫസ്റ്റ് പീരീഡ് ഒക്കെ ഏത് സബ്ജക്റ്റാണ് കൊടുക്കുക പൊതുവെ? മോറൽ സ്റ്റഡീസ് പോലത്തെ. മോറൽ സ്റ്റഡീസ്. സ്കൂളിലാണെങ്കിൽ ലാംഗ്വേജ് ആണോ? ഉച്ചയ്ക്ക് ശേഷം പ്രോബ്ലം പേപ്പർ കൊടുക്കാം. ലാംഗ്വേജ് ഫസ്റ്റ്. മാത്സ് ഒക്കെ ഏത് പീരീഡ് പൊതുവെ? ഉച്ചയ്ക്ക് ശേഷം. ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് പീരീഡ്. ഉച്ചയ്ക്ക് ശേഷം മാത്സില് അതെ. ഞങ്ങളവിടൊക്കെ മോർണിംഗിലാണ് കേട്ടോ. നിങ്ങളെ പഞ്ചായത്ത് ഏതാ എനിക്കറിയില്ല. ഞങ്ങളെ സ്കൂളിലൊക്കെ മോർണിംഗിലാണ്. കാരണം കുട്ടികൾ ഫ്രഷ് മൈൻഡോട് കൂടി നല്ല റീസണിങ് കിട്ടണമെങ്കിൽ മാത്സ് ഫസ്റ്റിനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടാറുള്ളത്. ഉച്ചയ്ക്ക് ശേഷം തിയറി ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങിപ്പോവും. അതേസമയം പ്രോബ്ലം പേപ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കണ്ടാവുക, അവര് ആക്റ്റീവ് ആവും. രാവിലെ ഓൾറെഡി അവര് നല്ല ഫ്രഷ് മൈൻഡ് കൊണ്ടിരിക്കുമ്പോ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. മലയാളം ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ ഉറങ്ങി തൂങ്ങും. അതെ, മലയാളം ഉച്ചയ്ക്ക് ശേഷം ആണെങ്കിൽ ഉറങ്ങി തൂങ്ങുന്നു പറയാനുള്ള കാരണം അറിയോ? അത് മലയാളം എടുക്കുന്ന അധ്യാപകരുടെ മിസ്റ്റേക്കാണ്. അതെ, സാറിനെ പോലുള്ളവരായിരുന്നു വെച്ചാൽ ഉറങ്ങായിരുന്നില്ല പിള്ളേര്. മതി, എന്നെ നേരിട്ട് കാണുമ്പോ എന്തെങ്കിലും വാങ്ങി തരണ്ടേ? താങ്ക് യു സർ. ഓക്കെ, സാറ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ക്ലാസ് ചെയ്യണ്ടേ? അവസാനിപ്പിക്കും. ഓ ആയിക്കോട്ടെ. ഓക്കെ, അവിടെ തന്നെ നിൽക്കണേ. അല്ല, നല്ല കുട്ടിയൊക്കെ ഭാഗ്യാണല്ലോ ഇങ്ങനത്തെ ഒരു സാറെ കിട്ടി. മതി മതി മതി. കാര്യമായിട്ട് വാങ്ങി തരൂ കേട്ടോ. മതി മതി മതി. സോ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യണം. എന്താ ശരിക്കും കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ എന്താ? കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. ആർട്സ് സ്പോർട്സ് ഒക്കെ അല്ലേ? എക്സ്ട്രാ കരിക്കുലർ അതന്നെയാണ് സംഭവം. ദെൻ യൂസ് ഓഫ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ് അഥവാ ക്ലാസ് റൂമില് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീച്ചിങ് മെത്തേഡ്സ് ഇന്നോവേറ്റീവ് ആക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സ്ഥാപനത്തില് എനിക്ക് ഡെഫിനിഷൻ ഓഫ് ലാംഗ്വേജ് പഠിപ്പിക്കാണ്ടായിരുന്നു. ഓക്കെ, ലാംഗ്വേജിന്റെ ഡെഫിനിഷൻ പഠിപ്പിക്കാണ്ട്. അത് മാത്രമല്ല, അവരത് സ്വന്തമായി ഉണ്ടാക്കണം.
അത് അവർ ഷെയർ ചെയ്യണം. ഓക്കെ, ഇതാണ് എനിക്ക് പഠിപ്പിക്കാനുള്ളത്. ഇത് നിങ്ങളാണെങ്കിൽ എങ്ങനെ ഒരു ഇന്നോവേറ്റീവ് എങ്ങനെ പഠിപ്പിക്കാം? ആർക്കും ഒരു ആശയം പറയാൻ പറ്റുമോ? ഇന്നോവേറ്റീവായി പഠിപ്പിക്കണം, ലാംഗ്വേജ് ഡെഫിനിഷൻ ആയിരിക്കണം, സ്വന്തമായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ടാക്കണം, അത് അവർ പരസ്പരം ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറയാൻ പറ്റുമോ? ഹലോ, സാറ് പറഞ്ഞോളൂ. ഞങ്ങൾ ഒഴിഞ്ഞു അല്ലേ? ഓക്കെ, ഞാൻ ചെയ്തത് പറഞ്ഞുതരാം. അവിടെ ആദ്യം ലാംഗ്വേജിന്റെ നീഡിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കഷൻ നടത്തി. സോ അതിന് ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്താ, അതിന്റെ നീഡ് എന്താന്നുള്ളത് എല്ലാവർക്കും പോയിന്റ്സ് കിട്ടി. അതിനുശേഷം അവരോട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞു. അതിനുശേഷം അവരോട് എല്ലാവരോടും ഒരു നമ്മളെ ഇതില്ലേ റോക്കറ്റ് അഥവാ എയറോപ്ലെയിൻ ഉണ്ടാക്കൂലേ പേപ്പർ കൊണ്ട്, അതുണ്ടാക്കാൻ പറഞ്ഞു. അതിന്മേൽ അവരുടെ ഡെഫിനിഷൻ അവരുടെ പേരിൽ എഴുതാൻ പറഞ്ഞു. അവരുടെ പേരും അവരുടെ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞു. എന്നിട്ട് 2 ലൈൻ ആക്കിയിട്ട് ഫേസ് ടു ഫേസ് നിർത്തി പരസ്പരം ആ ഒരു മിസൈൽ അല്ലെങ്കിൽ ആ ഒരു എയറോപ്ലെയിൻ വിടാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം, അവരൊന്ന് കളക്ട് ചെയ്യണം, കിട്ടുന്ന ഇതിലുള്ള ഡെഫിനിഷൻ അവർ ബുക്കിൽ എഴുതണം, വീണ്ടും അത് കാസ്റ്റ് ചെയ്യണം, എന്നിട്ട് അവര് കിട്ടുന്നത് എന്ത് ചെയ്യണം, എടുത്തിട്ട് ബുക്കിൽ എഴുതണം. അങ്ങനെയായിരുന്നു ഞങ്ങൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്തത്. അപ്പം സാധാരണ അവരൊന്ന് എഡിറ്റ് നടക്കലായി, ഡെഫിനിഷനായി, ഷെയറിംഗ് ആയി, സ്വന്തമായി ഉണ്ടാക്കലായി, എല്ലാമായി. എന്നിട്ട് അവരെന്ത് ചെയ്യണം, ഒരു റാൻഡം ആയിട്ട് ആരെ ഡെഫിനിഷനാണ് കിട്ടിയത്, എന്താ കിട്ടിയത് എന്ന് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ സർ, മനസ്സിലായി. ഓക്കെ, നമ്മൾ എത്രത്തോളം ഇത് ഭയങ്കര ഇന്നോവേറ്റീവ് എന്നല്ലേ പറയണേ, ബട്ട് സാധാരണത്തിൽ നിന്ന് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഇന്നോവേറ്റീവ് ആണ്. ഓക്കെ, സോ ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് കൊണ്ടുവരണം, ഡിസ്കഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്യണം, മൈക്രോ ടീച്ചിങ്ങിലേക്ക് പോകണം, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്ത് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗിലേക്കൊക്കെ നമുക്ക് പോകാം. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ടെക്സ്റ്റ് ബുക്സ്, എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് നിർമ്മിക്കേണ്ടത്, അതിന്റെ ഡിസൈന്, അതിനുണ്ട് ഉൾപ്പെടുത്തേണ്ട കണ്ടന്റ്, ടേബിൾസ്, ഇതിന് കൃത്യമായ എഡ്യൂക്കേഷൻ സൈക്കോളജിന്റെ നിർദ്ദേശങ്ങളുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്കില് വെറുതെ ടെക്സ്റ്റ് ബുക്ക് അടിച്ചടിച്ചാൽ പോരാ, അതിന്റെ ഡിസൈനിങ്ങില് അതിൽ എത്രത്തോളം ടെക്സ്റ്റ് ഉണ്ടാവണം, എത്രത്തോളം ടേബിൾസ്, പിക്ചേഴ്സ്, അതിന്റെ ഗ്യാപ്പ്, അതിന്റെ കളറ്, അതിന്റെ സൈസ്, അതിന്റെ എല്ലാം എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് പ്രകാരമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് ഗ്രോത്ത് ഡെവലപ്മെന്റ് എന്നുള്ള അടുത്തൊരു സെഷനിലേക്കാണ് പോകാനുള്ളത്. നമ്മൾ ഇന്ന് പോയ വഴികളെ കുറിച്ച് ജസ്റ്റ് നോക്കിയാലോ? Okay. Okay, first of all, we have studied to define educational psychology. Okay, so we could see a definition. Then education psychology definition kuറിച്ച് we have studied some more points where we studied what? The definition of psychology, definition of education, and definition of educational psychology. ഇനി വീണ്ടും നമ്മൾ അതിന്റെ നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇത് ജസ്റ്റ് ഒരു 2-3 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി, അതില് കോൺട്രിബ്യൂഷൻ ടു തിയറി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, കോൺട്രിബ്യൂഷൻ ടു പ്രാക്ടീസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ 2 പോയിന്റ്സ് കണ്ടു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കണ്ടത്. പിന്നെയും ഈ ഒരു എന്താ പറയാ യൂണിറ്റ് കുറെ പോകാനുണ്ട്, കുറച്ചധികം പോകാനുണ്ട്. ഒരുപാട് അനാവശ്യമായി അർജന്റായി തീർക്കുന്നില്ല, എന്നാൽ വളരെ ലാഗ് ചെയ്യുന്നില്ല. പരമാവധി നിങ്ങൾക്ക് ഒരു റിയൽ ക്ലാസ് റൂമിൽ ഇരുന്നാൽ എന്താണോ കിട്ടുക അത് തരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്റൻഷൻ. അതിൽ നിങ്ങളുടെ കോപ്പറേഷൻ, നിങ്ങളുടെ റിപ്ലൈസ്, നിങ്ങളുടെ ഒപ്പീനിയൻസ് അത് ഭയങ്കര വാല്യൂബിൾ ആണ്. അത് തരാറുണ്ട്, ഇനിയും തരണം എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു. Thank you, sir.